നമസ്കാരം. വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്യുമ്പോഴും സാഹിത്യത്തിൽ ഏറ്റവും ഗംഭീരമായി തന്നെ ഇടപെടുന്ന 5 പേർ, അവരെക്കുറിച്ച് ചെറിയ വിവരണം നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു. ഞാൻ നേരെ ചോദ്യത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ചോദ്യം സുകുമാരൻ ചാലികതയോടാണ്. അദ്ദേഹം ഒരു ഗോത്ര കവിയാണ്. ഗോത്രത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് എഴുതുന്ന, അതിൻ്റെ ഭാഗമായിട്ട് തൊഴിലെടുക്കുന്ന ഒരു മനുഷ്യൻ, അതിലുപരി കവി. സുകുമാരേട്ട, ചോദ്യം ഇതാണ്: പൊതുവെ പൊതുധാരയിൽ അല്ലെങ്കിൽ പൊതുമേഖലകളിൽ, പൊതുസമൂഹത്തിൽ ഈ ഗോത്രീയ ഐഡന്റിറ്റി ചില മാറ്റി നിർത്തലുകൾക്ക് വിധേയമാവാറുണ്ടോ? അല്ലെങ്കിൽ ഈ ഗോത്രഭാഷയെ വിമർശനപരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പൊതുഭാഷയിൽ നിന്നൊക്കെ മാറ്റി നിർത്തലുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അതിൽ നിന്ന് എല്ലാവർക്കും നമസ്കാരം, സ്നേഹം അറിയിക്കുന്നു. ഇന്നത്തേക്ക് 3-ാം ദിവസമാണ് എൻ്റെ ശബ്ദങ്ങളും എൻ്റെയും ഇവിടെ വയനാട്ടിലുള്ള ജനങ്ങൾ അല്ലാത്ത പുറത്തുള്ള ജനങ്ങളൊക്കെ കാണുന്നത്. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. എൻ്റെ നാട്ടുകാരിയായ പ്രിയപ്പെട്ട ഷീല ടോമി ചേച്ചിയുണ്ട്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ അവിടെ പണിയെടുത്തിട്ടുണ്ട്. അതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. ഞാൻ പൊതുസമൂഹം, ഞാൻ എൻ്റെ 16-ാം വയസ്സിലാണ് ഞാൻ ആദ്യമായി മാതൃഭൂമിക്ക് കവിത അയക്കുന്നത്. ആരും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ മാനന്തവാടി പഴശ്ശിരാജ ഗ്രന്ഥാലയത്തിൽ പോയി നല്ല വായനശീലം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓരോ മാസികകളും നോക്കാറുണ്ട്. എൻ്റെ ഫോട്ടോ വരാറുണ്ടോ, എൻ്റെ കവിത വരാറുണ്ടോ എന്നൊക്കെ. പക്ഷെ എന്നെ കാണുന്നില്ല. അത്തരത്തിലുള്ള ഒരു തോന്നൽ വന്ന സമയത്താണ് ഞാൻ കവിത മാതൃഭൂമിക്കൊന്ന് അന്ന് പേപ്പറിൽ എഴുതിയിട്ട് കത്തായിട്ട് അയക്കണം. ഞാനതിന്ന് അഡ്രസ്സ് തപ്പിയെടുത്ത് അയച്ചു. തിരിച്ചെനിക്കൊരു കത്ത് വന്നു. പ്രസിദ്ധീകരിക്കാൻ സാധിക്കില്ല, എല്ലാവർക്കും അറിയാം കൃത്യമായിട്ടുള്ള ആ കത്തിൻ്റെ ഒരു ഭാഷ. അതുകൊണ്ട് ഞാൻ പിന്നീടും കാത്തിരുന്നു. പിന്നീട് ഞാൻ എവിടെ കഴിച്ചില്ല. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് മാതൃഭൂമി വാരികയിൽ അതിൻ്റെ മുഖചിത്രമായിട്ട് എൻ്റെ ചിത്രം, എൻ്റെ വയനാടിൻ്റെ ചിത്രമായിട്ട് വന്നത്. ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഞാൻ നന്നായിട്ട് സാഹിത്യത്തിൽ കഷ്ടപ്പെടുന്നുണ്ട്. ആ സാഹിത്യം കഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും പറയാറുണ്ട്, ഇത് എഴുതിയിട്ട് എന്ത് കിട്ടുമെന്ന്. ഞാൻ കടയിലേക്ക് പത്രം വായിക്കാൻ ഇറങ്ങാൻ നേരത്ത് എന്നോട് ചോദിക്കും, കവിതയും കഥയും എഴുതിയിട്ട് നിനക്ക് എന്ത് കിട്ടുമെന്ന്. വേറെ പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇതിൽ നിനക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടോ എന്ന്. എന്ത് കിട്ടും ഇതിൽ പോയിട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും തിരിച്ചു ചോദിച്ചില്ല. ചോദിക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങളുടെ മക്കള് ഡിഗ്രിയും കഴിഞ്ഞിട്ട് അമേരിക്കയിൽ പോകുന്നുണ്ട്, ലണ്ടനിൽ പോകുന്നുണ്ട്, ആഫ്രിക്കയിലും അല്ലെങ്കിൽ ഷാർജയിലും അല്ലെങ്കിൽ ഗൾഫിൽ ഇത്തരത്തിലുള്ള സ്ഥലത്ത് നിങ്ങൾ ജോലി പോകണ്ട, അവിടെ പോയിട്ട് എന്ത് കിട്ടുമെന്ന് ഞാൻ ഇതുവരെയൊക്കെ ആരോടും ചോദിച്ചിട്ടില്ല. അത് എൻ്റെ ബഹുമാനവും എൻ്റെ മാന്യതയും എൻ്റെ സ്നേഹം കൊണ്ടാണ് ഞാൻ ചോദിക്കാതിരുന്നത്. അങ്ങനെ എൻ്റെ വീട്ടിൽ വന്നിട്ട് പോലും ഞാൻ എഴുതുന്ന സാഹിത്യത്തെ കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ട്. അതെൻ്റെ നാട്ടിലുണ്ട്, പുറത്തുള്ളവരുണ്ട്. പക്ഷെ ഇതൊന്നും വകവെക്കാതെ ഞാൻ എൻ്റെ ആ സാഹിത്യമില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ മരിച്ചു പോയേനെ. അല്ലെങ്കിൽ കേരളത്തിനോ അല്ലെങ്കിൽ ലോകത്തിനോ ഒരു സുകുമാരൻ ചാലികത എന്ന ഒരു വ്യക്തിയെ, ഒരു എഴുത്തുകാരനെ കിട്ടാതെ വരുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സാഹിത്യം മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കവിതയും കഥയും നോവലും പാട്ടും എഴുതുന്നതും പാടുന്നതും. ഇതൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഉത്തരം. താങ്ക് യു. മരിക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി കവിതകളും കഥകളും എഴുതുകയാണ് സുകുമാരൻ ചാലികത. ഞാൻ എൻ്റെ അടുത്ത ചോദ്യം സോണിയ ചേച്ചിയുടെ അടുത്താണ്. ലഫ്റ്റനന്റ് കേണലാണ്, ഡോക്ടറാണ്.
ഇപ്പോൾ എഴുത്തുകാരി കൂടിയാണ്. അപ്പം ഈ ഒരു ജോലി വളരെ കടുപ്പമേറിയ ജോലിയാണ്. ഇന്ത്യൻ സൈന്യത്തിനൊപ്പം വളരെ കടുപ്പമേറിയ ജോലി ചെയ്യുന്ന സമയത്ത് കൂടെ സാഹിത്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതണമെന്ന് ആഗ്രഹിച്ചിരുന്നു? ആ ഒരു സംഭവത്തെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസമായിരിക്കും തോന്നുന്നു. താങ്ക് യു റിഹാൻ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്, സ്റ്റേജിലുമുണ്ട്, താഴെയുണ്ട്, ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്, പിന്നെ അക്ഷരായനത്തിൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും ഉണ്ട്, ബാബു സാറുണ്ട്. അങ്ങനെ ഒത്തിരി സന്തോഷമുണ്ട് ഈ സദസ്സിലിരിക്കാൻ. ശരിക്കും വയനാടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നെടുമ്പോയിലാണ്. അപ്പം വയനാടിൻ്റെ ഫുഡ് ഹില്ല് തന്നെ വയനാട് പോലെ തന്നെയാണ്, നമ്മുടെ സ്വന്തം ഫെസ്റ്റിവൽ പോലെയാണ് തോന്നുന്നത്. അപ്പം മിലിറ്ററിയിൽ 14 വർഷം ആയിരുന്നു ഞാൻ ഷോർട്ട് സർവീസ് ആയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഒരു ഭാഗ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമി പ്രത്യേകിച്ചും എന്താ പറയുക, നമുക്ക് ശരിക്കും ഭയങ്കര വാസ്റ്റ് അല്ലേ നമ്മുടെ രാജ്യം, എന്തുമാത്രം വാസ്റ്റാണ്. ഒരുപാട് പോളിഫോണിയുണ്ട്. ഓരോ ചെറിയൊരു പ്രദേശം കഴിയുമ്പോഴത്തേക്കും ഭാഷ മാറും, വേഷം മാറും, ഭക്ഷണ രീതികൾ മാറും. അപ്പം നമുക്ക് എന്താ പറയുക, കാലാവസ്ഥ പോലും മാറും. അപ്പം ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദ മെൻ ആൻഡ് വിമൻ ഇൻ യൂണിഫോം. ഇപ്പം ബാബു സാറിൻ്റെ മോളും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്കിവിടെ എന്താ പറയുക, നമുക്ക് ദിജു ഉണ്ട്, നമുക്കെല്ലാം കിട്ടുന്ന ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്ത്യയുടെ എല്ലാ മൂലയിലും എല്ലാ കോണിലും പോകാനുള്ളൊരു അവസരം ലഭിക്കും. പ്രത്യേകിച്ചും നമ്മുടെ ആർമിക്ക് ഓപ്പ് സദ്ഭാവന എന്ന് പറഞ്ഞ ഒരു, നമ്മളെല്ലാത്തിനും ഓപ്പറേഷൻ എന്നാ പറയുക, ഓപ്പ് സദ്ഭാവന എന്ന് പറഞ്ഞൊരു മിഷനുണ്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ അതിർത്തി പ്രദേശത്തിലുള്ള മനുഷ്യരുടെ ഡോക്ടർമാര് പിന്നെ അവരുടെ എഡ്യൂക്കേഷൻ അതൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുക. അപ്പം നമുക്ക് അങ്ങനെയുള്ളൊരിതുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ മിലിറ്ററി ഡോക്ടേഴ്സ്, ഡെന്റൽ സർജൻ, ആ രീതിയിൽ ഏറ്റവും അറ്റത്തും ഏറ്റവും വിളിമ്പിലുള്ള മനുഷ്യന്മാരുടെ കാര്യങ്ങൾ നോക്കാനുള്ള ഒരു അവസരം കിട്ടുമായിരുന്നു. അപ്പോൾ അവരുമായിട്ട് അടുത്ത് ഇടപഴകാനുള്ള ഒരു അവസരം കിട്ടും. അങ്ങനെയൊക്കെ ആണ് നമ്മൾ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയതിൽ ഇന്ത്യൻ റെയിൻബോയിൽ ഞാൻ കണ്ടുമുട്ടിയ മനുഷ്യരെ കുറിച്ച് എഴുതിയത്. അപ്പം നമ്മളിങ്ങനെ പോയി കഴിയുമ്പോഴാണ് നമ്മുടെ യാത്രകൾ നമ്മളെ വ്യത്യസ്തരാക്കും, നമ്മളെ ചേഞ്ച് ചെയ്യുന്നു. അവർ ട്രാവൽസ് ചേഞ്ചസ് അസ് എന്ന് പറയുന്നത് പോലെ നമ്മൾ തുടങ്ങിയ ആളല്ല ശരിക്കും തിരിച്ചു വരുന്നത്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മൾ എത്രമാത്രം വ്യത്യസ്തരായ മനുഷ്യരാന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ 2023 ഫെബ്രുവരിയിൽ, 24 ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയി. അത് ടിബറ്റിൻ്റെ ഒരു അതിർത്തിയിലുള്ളൊരു ഗ്രാമമാണ്, ഹിമാചൽ പ്രദേശിൻ്റെ. അപ്പം ഞങ്ങൾ ഷിംലയെന്നൊരു ഡ്രൈവറെ കൂട്ടി ആണ് പോകുന്നത്. നമ്മൾ മിലിറ്ററിയുടെ സ്റ്റേഷനുകളിൽ തന്നെയാണ് പോകുന്നത്. അപ്പം ഷിംലയിൽ നിന്ന് വന്ന ഡ്രൈവർക്ക് ഞങ്ങൾ അങ്ങ് ടിബറ്റിൻ്റെ അറ്റത്തുള്ള ഹിമാചൽ പ്രദേശിലെ ഭാഷ തിരിയുന്നില്ല. ഓരോ 40 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും ഭാഷ മാറുകയാണ്. അതുപോലെ ആൾക്കാരുടെ പ്രകൃതം മാറുക. ഞങ്ങൾ അവിടെ അറ്റത്തുള്ള ഒരു ഗ്രാമത്തിൽ, അപ്പോൾ ഫെബ്രുവരിയിൽ നമ്മുടെ ഇവിടുന്ന് ആൾക്കാർ പോകുന്നത് സാധാരണ മെയ്, ജൂൺ, കാരണം മഞ്ഞുരുകി കുറച്ചൊന്ന് പോകാനുള്ള സ്ഥലമാകും. കിനോർ എന്ന് പറയുന്ന അങ്ങേ അറ്റത്തെ ഒരു ജില്ലയുണ്ട്, കിനോർ കൈലാസ് ഒക്കെ അവിടെയാണ് ഉള്ളത്. അപ്പം ഞങ്ങൾ പോയത് ഫെബ്രുവരിയിൽ അവിടെ എല്ലാം ഇങ്ങനെ അടഞ്ഞു മൂടി കിടക്കുക, റോഡുകൾ പോലും ബ്ലോക്കാണ്. അപ്പം അവിടെ പോകാനുള്ള അവസരം കിട്ടുന്നത്, അവിടെ കുറച്ച് പട്ടാളക്കാരുണ്ടാകും, കാരണം അതിർത്തി കാക്കണമല്ലോ. അവിടെയുള്ള വില്ലേജേഴ്സ് തന്നെ കുറച്ചൊരു പൈസയുള്ള ആൾക്കാരെല്ലാം താഴോട്ട് പോകും. ആടുമേടുകളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് അവർ താഴോട്ട് പോകും. കുറച്ച് വില്ലേജേഴ്സ് അവരുടെ ഇങ്ങനെ ഈ ചെറിയ വീടുകളിൽ അവരവിടെ ഈ തണുപ്പിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് അവരിങ്ങനെ കമ്പളമൊക്കെ നെയ്ത് അവിടെ ഉണ്ടാകും. അപ്പം ഞങ്ങൾ അവരുടെ ഒരു കുറച്ച് വീടുകളുടെ ഉള്ളിലേക്കൊക്കെ പോയി. എന്താന്ന് വെച്ചാൽ ഞങ്ങളെ കൊണ്ടുപോയ ആൾ ഒരു മിലിറ്ററി തന്നെ ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആ വീട് അവിടെ തന്നെയാണ്. വാ എൻ്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് ഞങ്ങളവിടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പം അവിടെ അദ്ദേഹം പറയുന്നു, ഇതെൻ്റെ മുത്തശ്ശി, ഗ്രാൻഡ് മദർ, ഇതെൻ്റെ മുത്തശ്ശന്മാർ. നമുക്ക് മനസ്സിലാവണില്ല എന്താണ്. അന്നേരം പറയുന്നു, നമ്മളിപ്പം ഈ എന്താ പറയുക, നമ്മളൊക്കെ ഈ എനിക്ക് എൻ്റെ വാക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഒരു പുരുഷന് ഒരുപാട് സ്ത്രീകളുള്ളതേ നമുക്കറിയുള്ളൂ, പോളിഗാമി. അപ്പം ഇതങ്ങനെയല്ല, 3-4 പുരുഷന്മാർക്ക് ഒരു ഭാര്യയാണുള്ളത്. അപ്പം നമുക്കത് മനസ്സിലാവുന്നില്ല. നമ്മുടെ ആ പാട്രിയാർക്കൽ സിസ്റ്റമാണ് നമ്മുടെ തലയിൽ ഒരു വിധത്തിലും കയറുന്നില്ല. അപ്പം ചോദിക്കുക, ശരി, അപ്പം പല മുത്തശ്ശന്മാരും ഒരു മുത്തശ്ശിയാണുള്ളത്. അപ്പം ചോദിച്ചപ്പം നിങ്ങൾക്ക് സ്കൂളിൽ ചേർക്കുമ്പം നിങ്ങൾ ആരുടെ പേരെഴുതും? നമുക്കിപ്പോഴും ആ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് അടരാൻ പറ്റത്തില്ല നമ്മുടെ തലയിൽ നിന്ന്. നിങ്ങൾ ഏതാണ് ഫാദറിൻ്റെ പേരെഴുതും?
ഉസ്കാ ക്യാ ഓ ഇത്തന സെറൂഡത്തേക്കാ ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണോ അതെന്നാണ് അയാൾ എന്നോട് തിരിച്ചു ചോദിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുക ഇന്ത്യയുടെ ആ വാസ്റ്റ് ആ ഡിഫറൻസ്, ചില സ്ഥലങ്ങളിലെ ഭാഷ, ചില സ്ഥലങ്ങളിലെ കൾച്ചർ, ഭക്ഷണം, ഇതൊന്നും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എത്രയോ വിസ്തൃതമാണ്. അപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടാറുണ്ട് അങ്ങനെ പോകാനുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിലിറ്ററി ബാരക് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ, ബാരക് സ്റ്റോറീസ് ഈ മിലിറ്ററി ലിറ്ററേച്ചറിൽ തന്നെ ബാരക്ക് അത് ഞങ്ങളുടെ പരിസരമാണ്. ഒരു മത്സ്യത്തിന് അതിൻ്റെ ജലം, അതിൻ്റെ ഓക്സിജൻ മാത്രമല്ല എന്ന് പറയുന്നത് പോലെ അതിനേക്കാളും ആഴവും വ്യാപ്തിയും പ്രതിധ്വനിയുള്ള അതിൻ്റെ പരിസരം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഞങ്ങളുടെ ബാരക്ക്, ഞങ്ങളുടെ ഈ ഞങ്ങൾ ജീവിച്ച അന്തരീക്ഷങ്ങൾ, ഞങ്ങളുടെ എല്ലാവരുടെയും ഇവിടെ പാളങ്ങളുടെ കഥ പറയുന്ന സിയാഫുണ്ട്, ഞങ്ങളുടെ എല്ലാവരുടെയും പരിസരങ്ങൾ അതിലൊക്കെ കൂടുതൽ ഉപരിയാണ്. ഈ ബാരക്ക് ലിറ്ററേച്ചറിൻ്റെ പഴയ റൈറ്റേഴ്സ് കോവിലന്, നന്ദനാര്, പാറപ്പുറത്ത് ഒക്കെ അവരുടെയൊക്കെ കൂടി നമ്മുടെയൊക്കെ പേര് പറയുമ്പോൾ അവരൊക്കെ അനുഭവിച്ച ജീവിത സാഹചര്യങ്ങൾ ഇതിലും കഠിനമായിരുന്നു. ആക്സസിബിലിറ്റി ഒന്നും ഇല്ലാത്ത ഒരുപാട് കടുപ്പപ്പെട്ട സ്ഥലങ്ങളിലാണ് പോയത്. പിന്നെ ശരിക്കുമുള്ള കാലാൾപ്പട റോ ആയിട്ട് യുദ്ധം ചെയ്യുന്ന ആൾക്കാർ, അവരിനി അനുഭവങ്ങൾ പറയാനുണ്ട്. പാറപ്പുറത്തെന്ന് പറയുന്ന മത്തായി സാറ്, കോവിലൻ എന്ന് പറയുന്ന എല്ലാവരുടെയും പേരുകളൊക്കെ അവർ സിഗ്നലിൽ നിന്നും അവർ പൈനീർ കോറിൽ നിന്നൊക്കെ ആയിരുന്നു, എല്ലാം സപ്പോർട്ടിംഗ് കോറാ. ശരിക്കും പറഞ്ഞത് റിയൽ ഫൈറ്റേഴ്സ് എന്ന് പറയുന്ന ഇൻഫൻട്രി, കാലാൾപ്പട, മെക്കനൈസ്ഡ് ഇൻഫൻട്രി, ആർമേഡ് ഏകലവ്യൻ ആർമേഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇനിയും കുറേ പേര് വരാനുണ്ട്. അവരും കൂടെ വന്ന് എഴുതി കഴിഞ്ഞാൽ ശരിക്കും റോ ആയിട്ടുള്ള ശരിക്കും ഫൈറ്റേഴ്സ് കാണാനുള്ള അനുഭവങ്ങൾ നമുക്ക് പറയുന്നുള്ളൂ. ഞങ്ങളുടേതൊക്കെ ശരിക്കും പറഞ്ഞാൽ, ഞങ്ങളുടെ എല്ലാവരുടെയും ഞാൻ പറയുന്നില്ല, പഴയ കാലത്തെ പട്ടാളക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ ഒരു പട്ടാള, കൂടുതൽ സമയം എടുക്കുന്നുണ്ടോ? 2 മിനിറ്റും കൂടെ, ഓക്കെ. അന്നൊക്കെ ഒരു ടെലിഗ്രാം വരുമ്പം നമുക്കൊക്കെ അറിയാം, ആ കാലത്തൊക്കെ ആൾക്കാർ മുഴുവൻ ആ ഗ്രാമത്തിലെ പട്ടാളത്തിൽ പോയ എല്ലാവരുടെയും ആൾക്കാർ കരഞ്ഞോണ്ട് ഓടുക, ആരാ പോയെന്ന് അറിയത്തില്ല. അതുപോലത്തെ ഒരു സിറ്റുവേഷനുള്ള ആൾക്കാർ എഴുതിയ കഥകളായത്. നമ്മുടെയൊക്കെ പേര് അവരുടെ കൂടെ ചേർത്ത് വെച്ച് പറയുക എന്ന് പറഞ്ഞാൽ അതാ ഒരു 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 ബ്ലെസ്സിങ് ആയിട്ട് മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. ഞാൻ കൂടെ പോയ നമ്മളൊക്കെ സപ്പോർട്ടിങ് ആംസ് ആയിരുന്നു. എന്താ പറയുക, കൂടെ പോയ നമ്മുടെയൊക്കെ കുറച്ച് നമ്മുടെ ഒരു ജാലക കാഴ്ചകളായിരുന്നു. ചിലപ്പം പറഞ്ഞ ഒരു പെരിസ്കോപ്പിൽ കൂടെ കാണുന്നത് പോലെ നമ്മുടെ ആ പരിമിതമായ ഉള്ളിൽ നിന്ന് കണ്ട കാഴ്ചകളായിരുന്നു. നമ്മുടെ വിഷനെ ഒക്കെ ചേഞ്ച് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ അതിനേക്കാളും ഒക്കെ എത്രയോ ആഴത്തിലാണ് ഇന്ത്യയുടെ സംസ്കാരവും കൾച്ചറും ഒക്കെ ഇഴപിരിഞ്ഞ് കിടക്കുന്നത് എന്നുള്ള കൃത്യമായ ബോധ്യമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളെ ചേഞ്ച് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തെന്നേ ഉള്ളൂ. അതാണ് ബാരക് ലിറ്ററേച്ചറിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. ശരി, താങ്ക് യു. ഇനിയുമേറെ ഓർമ്മകൾ അല്ലെങ്കിൽ പട്ടാള ഓർമ്മകൾ ചേച്ചീൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഞാൻ നേരെ സിയാഫ്കയിലേക്ക് പോവുകയാണ് ചോദ്യത്തിലേക്ക്. സിയാഫ്ക ഒരു തീവണ്ടിയുടെ ഡ്രൈവറാണ്, അല്ലെങ്കിൽ ലോക്കോ പൈലറ്റാണ്, എൻജിൻ ഡ്രൈവറാണ്. എനിക്ക് ഭയങ്കര കൗതുകമുള്ള, പേഴ്സണലി എനിക്ക് ഭയങ്കര കൗതുകമുള്ളൊരു ജോലിയാണത്. അതിൽ തന്നെ ഏറ്റവും കൗതുകമുള്ളൊരു സംഗതി എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഗുഡ്സ് ട്രെയിനിൻ്റെ ഏറ്റവും ബാക്കിലൊരു ബോഗി കണ്ടിട്ടുണ്ടാവും. ലോകത്തെ ഏറ്റവും ഏകാന്തനായിട്ടുള്ള മനുഷ്യന് അയാളാണെന്നാണ് ഞാൻ കരുതുന്നത്. ആ ഗുഡ്സ് ട്രെയിനിൻ്റെ ഏറ്റവും അവസാനത്തെ ബോഗിയിൽ തനിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ട്, അയാൾ ഏകാന്തനായിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത്. ചോദ്യം സിയാഫ്ഖാൻ്റെ അടുത്താണ്. സിയാഫ്ക, നിങ്ങൾ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ജോലി ചെയ്തിട്ടുണ്ടോ? 2, ഈ ഗുഡ്സ് ട്രെയിനിൻ്റെ തീവണ്ടിയുടെ ലോക്കോ പൈലറ്റായിട്ട് പോകുന്ന സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള പല സംഭവങ്ങളും കാണേണ്ടി വരും. ചിലപ്പം ഭയപ്പെടുത്തുന്നതാവാം, അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത എന്താ പറയുക, നിശ്ചലനായി പോകുന്ന അവസരങ്ങൾ ഉണ്ടാവാം. ഇത്തരം അവസരങ്ങളുടെ എന്തെങ്കിലും ഒരു ഓർമ്മ പങ്കിടാൻ പറ്റുമോ സിയാഫ്കാക്ക്? ആദ്യം പറയട്ടെ, നിങ്ങളെല്ലാവരെയും കണ്ട് വളരെ ആവേശഭരിതനാണ് ഞാൻ. പ്രത്യേകിച്ചും ജാനുവേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് നിൽപ്പു സമരത്തിന്റെ സമയത്ത് ക്രൂ മാനേജറുമായിട്ട് അടി ഉണ്ടാക്കിയിട്ട് തിരുവനന്തപുരത്ത് പോയി ഒരു ദിവസം മുഴുവൻ കാത്തു നിന്നിട്ട് കാണാൻ പറ്റാതെ പോയ ഒരാളാണ്. അപ്പോൾ ആ ജാനുവേച്ചിയുടെ മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയില്ല, എനിക്ക് വലിയ സന്തോഷമുണ്ട്. വയനാട് എന്ന് പറയുന്നത്, ഞാൻ കുറേ കാലം കോഴിക്കോട് ജോലി ചെയ്തിരുന്നു, അപ്പോൾ സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ ലോകം മുഴുവൻ പോയിട്ടുണ്ട്, പക്ഷേ നാട്ടിൽ വരുമ്പോൾ അവൻ ഒരു സ്ഥലത്തേ പോകാറുള്ളൂ, അത് വയനാട്ടിലാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇന്നിപ്പോൾ ഇവിടെ ആ ചുരം കടന്നപ്പോൾ മനസ്സിലായി. ഒരു വയനാട്ടിൽ നിന്ന് ഒരു തണുപ്പ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. ആ തണുപ്പ് വേറെ എവിടെയും നമുക്ക് കിട്ടില്ല. അത് സ്നേഹത്തിന്റെ തണുപ്പാണ്, നമ്മളെ നിർമ്മലമായ മനസ്സിന്റെ തണുപ്പാണ്. അത് പോട്ടെ, ഞാൻ ചോദ്യത്തിലേക്ക് വരാം. റിഹാൻ പറഞ്ഞ കാര്യം ശരിക്കും പറഞ്ഞാൽ എൻ്റെ എഴുത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ധർമ്മവ്യാധന്റെ കഥ അറിയുണ്ടാവും. പഴയ
മഹാഭാരതത്തിലെ ഒരു സന്യാസി തൻ്റെ തപോശക്തി വർദ്ധിപ്പിക്കാനായിട്ട് വളരെയധികം തപസ് ചെയ്തു. ആ സമയത്ത് ഒരു കിളി വന്ന് ചലച്ചിട്ട് ആ കിളിയെ അയാൾ ഇങ്ങനെ തുറച്ചു നോക്കിയപ്പോൾ, തൻ്റെ തപസ് ശല്യപ്പെടുത്തി തുറച്ചു നോക്കിയപ്പോൾ കിളി കരിഞ്ഞ് താഴെ വീണു. അപ്പോൾ പുള്ളി വിചാരിച്ചു, എൻ്റെ തപസ് പൂർണ്ണമായി, എനിക്ക് തപോ ശക്തി കിട്ടി എന്ന് പറഞ്ഞിട്ട് പുള്ളി അടുത്ത ധർമ്മമായിട്ടുള്ള ഭിക്ഷയ്ക്ക് വേണ്ടിയിട്ട് വേറൊരു വീട്ടിലേക്ക് പോയി. ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ സ്ത്രീയോട് അവർ ഭക്ഷണമാണ് ചോദിച്ചത്. ആ സമയത്ത് തന്നെയാണ് ആ സ്ത്രീയുടെ ഭർത്താവ് വന്നത്. അപ്പോൾ ഭർത്താവിനോട് അവർ കൈ കഴുകിയിരിക്കും, ഞാൻ ഭക്ഷണം വിളമ്പട്ടെ. സന്യാസിയോട് പറഞ്ഞു, ഭർത്താവിന് ഭക്ഷണം കൊടുത്ത ശേഷം ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. പക്ഷേ സന്യാസി ക്രുദ്ധനായി. എന്നെ പോലെ ഒരു തപോധനനെ ഇവർ അപമാനിക്കുമെന്ന് വിചാരിച്ച് വളരെ രൂക്ഷമായി തുറച്ചു നോക്കി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നിങ്ങളുടെ തപോ ദൃഷ്ടിയൊക്കെ ഒരു കിളിയോടെ പറ്റുള്ളൂ, എൻ്റെ പാതിവ്രത്യത്തിൻ്റെ ആ ശക്തിയോട് നിങ്ങളുടെ തപോ ശക്തിക്ക് ജയിക്കാൻ കഴിയില്ലെന്ന്. സന്യാസി വളരെ അത്ഭുത സ്തബ്ധനായി. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇത് ശക്തിയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഒരു ധർമ്മവ്യാധനെ പോയി കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സന്യാസി ധർമ്മവ്യാധനെ അന്വേഷിച്ച് പുറപ്പെട്ടു. ധർമ്മവ്യാധന അവിടെ ചെന്നപ്പോൾ അയാൾ കശാപ്പുകാരനാണ്. സന്യാസി ആകപ്പാടെ ബേജാറായി പോയി. കാരണം ഒരു ഇറച്ചി വെട്ടുകാരൻ എങ്ങനെയാണ് തനിക്ക് ആത്മശക്തിയെക്കുറിച്ച് തപോശക്തിയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത്? അപ്പോൾ ആദ്യം കണ്ടപ്പോൾ തന്നെ ധർമ്മവ്യാധം പറഞ്ഞു, നിങ്ങൾ അവിടെ ആ കിളിയെ കരിച്ചിട്ട് ആ സ്ത്രീ പറഞ്ഞു വന്നല്ലേ. സന്യാസി ആകപ്പാടെ, സന്യാസിമാർക്ക് മാത്രം ലഭിക്കുന്ന ജ്ഞാനദൃഷ്ടി ഈ മനുഷ്യൻ എങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, എൻ്റെ അനുഭവങ്ങളിൽ നിന്ന്, ഞാൻ എൻ്റെ കുടുംബത്തോട് ചെയ്യുന്ന നീതികളിൽ നിന്നും അവരോട് ചെയ്യുന്ന കടമകളിൽ നിന്നുമാണ് എനിക്കത് ലഭിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ എഴുത്ത് എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷത്തിനെങ്കിലും കോളേജ് അധ്യാപകരുടെയും പത്രപ്രവർത്തകരുടെയും മാത്രം മേഖലയാണ് എന്ന് ഒരു ധാരണ ഈ സോഷ്യൽ മീഡിയ കാലം മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ അത് മുഴുവൻ തകർത്തു. സോഷ്യൽ മീഡിയ വന്ന ശേഷം തെരുവച്ചടക്കാരനായ റാസി കവിത എഴുതുന്നു, അത് ധാരാളം ആൾക്കാർ വായിക്കുന്നു. പോലീസുകാരനായ നിതീഷ് കഥയും തിരക്കഥയും എഴുതുന്നു, അതും ഒരുപാട് പേരാൽ ആസ്വദിക്കപ്പെടുന്നു. അതേപോലെ എഞ്ചിനീയറായ ഷീലാജി നോവൽ എഴുതുന്നു, അത് ദേശാന്തരങ്ങൾ കടന്ന് അതിൻ്റെ ഖ്യാതി, വയനാടിൻ്റെ കൂടി ഖ്യാതി ദേശാന്തരങ്ങൾ കടന്നു പോകുന്നു. അപ്പോ ഒരു പരിധിവരെ എഴുത്ത് വളരെയധികം ജനകീയമാവുകയാണ്. അതായത് എഴുത്ത് എന്ന് പറയുന്നത് നിങ്ങൾ കൂടി എഴുതുകയാണ്. ഒരാളിലൂടെ നിങ്ങൾ കൂടിയാണ് എഴുതുന്നത്, വായിക്കുന്നവർ കൂടിയാണ് അത് എഴുതുന്നത് എന്നതാണ് അതിന് സത്യം. അപ്പോൾ ഇനി ഞാൻ ചോദ്യത്തിലേക്ക് വരാം. റിഹാൻ ചോദിച്ചത് ഏകാന്തത എഞ്ചിന് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ഏകാന്തത എഞ്ചിനിൽ അനുഭവപ്പെടും. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരുണ്ടാറുണ്ട്. പുറകിലുള്ള വാഗണിൽ സാധാരണ ഒരു ട്രെയിൻ മാനേജർ മാത്രമാണ് ഉണ്ടാവുക, അവർക്കാണ് കൂടുതൽ ഏകാന്തത ഉണ്ടാവേണ്ടത്. പക്ഷെ ഞങ്ങൾക്കും ആ ഏകാന്തത അനുഭവപ്പെടാറുണ്ട്. കാരണം എന്താ വെച്ചാൽ റെയിൽവേ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അനാവശ്യമായ സംസാരങ്ങളോ മറ്റ് രസകരമായ എന്തെങ്കിലും കോമഡികളോ ഒക്കെ എല്ലാം നിരോധിച്ചിട്ടുണ്ട്. ട്രെയിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രെയിൻ മാത്രമേ, അതായത് മുന്നിലുള്ള ട്രാക്ക് മാത്രമേ നോക്കാൻ പാടുള്ളൂ എന്ന് റെയിൽവേ നിഷ്കർഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും നമുക്കൊരു ഏകാന്തത അനുഭവപ്പെടാറുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. രണ്ടാമത്തത് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അനുഭവങ്ങൾ ഞാൻ മറക്കാനാവാത്തത് എന്ന് പറയുന്ന അനുഭവങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന അനുഭവങ്ങളാണല്ലോ. അത് ധാരാളമുണ്ട്. ഇന്നലെ കൂടി ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. കാരണം ഞാൻ ഇന്നലെ ഒരു പൂനെ എറണാകുളം വണ്ടി പോകുമായിരുന്നു. ആ വണ്ടി ഹാർവാഡ് എന്ന് പറയുന്ന സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിർത്തിയിട്ടിട്ട് അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ എന്നോട് വിളിച്ചു പറഞ്ഞു, മുന്നിൽ ട്രാക്കിൽ അതിന് തൊട്ട് മുമ്പിൽ ഒരു തുരങ്കമുണ്ട്, ആ തുരങ്കത്തിന്റെ മുമ്പിൽ ഒരാൾ വീണ് കിടക്കുന്നുണ്ട്, അയാൾ ജീവനുണ്ടോ എന്ന് സംശയമുണ്ട്, നിങ്ങൾ പോയി നോക്കണം, ഉണ്ടെങ്കിൽ അയാളെ എടുത്തോണ്ട് വരണം, ഇല്ലെങ്കിൽ അയാളെ എടുത്ത് മാറ്റി കിടത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ആ മനുഷ്യൻ കമഴ്ന്ന് കിടക്കുകയാണ്. സാധാരണഗതിയിൽ വണ്ടിയിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ട്രാക്കിന്റെ ഉള്ളിൽ വീഴില്ല, ട്രാക്കിന് പുറത്താണ് ഉണ്ടാവുക. ഏതായാലും അയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. അയാളെ ഞങ്ങൾ 2-3 പേര് കൂടെ ചേർന്ന് സ്ട്രെച്ചറിൽ എടുത്ത് കൊണ്ടുപോയി അയാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പക്ഷെ അതുപോലെ ധാരാളം ഒരു കാരണവശാലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായമായി പോയ ധാരാളം അനുഭവങ്ങളുണ്ട്. ഈ ലാസ്റ്റ് എൻ്റെ ഉറക്കം കിടത്തുന്ന ഒരു അനുഭവത്തിൽപ്പെട്ടതാണ് ഒരു നായയെ ഞാൻ ഇടിച്ചത്. ആ നായ ഇടിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത്, ആ നായക്ക് ഗർഭിണിയായിരുന്നോ എന്ന് എനിക്ക് സംശയം തോന്നി. എനിക്ക് ഇപ്പോഴും പലപ്പോഴും ഉറക്കം ഞെട്ടിപ്പോകാറുള്ള കേസാണ്. എനിക്കത് ഒരുപക്ഷെ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഒരുപാട് നമ്മുടെ ജീവിതവുമായി ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സമ്മർദ്ദം ഉള്ളതുകൊണ്ട് എനിക്കത് കഴിഞ്ഞില്ല. അങ്ങനെ ധാരാളം മറക്കാനാവാത്ത അനുഭവങ്ങളുണ്ട്. എല്ലാം കൂടെ പറയാൻ സമയമില്ല, ബാക്കിയുള്ളവർക്കും അവസരം കൊടുക്കണം.
എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സിയാഫ്ക. അത് ശരിക്കും എന്താ വെച്ചാൽ സിയാഫ്ക ഇങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ കണ്ണിൽ കാണുന്നത് പോലുള്ളൊരു അനുഭവമായിരുന്നു സിയാഫ്ക അതിൻ്റെ ഒരു വിവരിക്കുമ്പോഴേ. യാത്രയെ കുറിച്ച് വിവരിക്കുമ്പോൾ, ട്രാക്കിൽ കിടക്കുന്ന മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ, ഗർഭിണിയായ പട്ടിയെക്കുറിച്ച് പറയുമ്പോൾ എവിടുന്ന് ഒരു കത്തലുണ്ടായിട്ടുണ്ട്, എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഇരിക്കുന്ന പലർക്കും അത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ നേരെ സാദിർക്ക അടുത്തേക്ക് വരാം. നിങ്ങളെ അടുത്ത നാട്ടുകാരനാണ് സാദിർ തലപ്പുഴ. നിങ്ങളെ അടുത്ത നാട്ടുകാരനാണ്, ഇവിടുത്തെ വെള്ളമണ്ട പോലീസ് സ്റ്റേഷനിലെ SI ആണ്. എനിക്ക് വളരെ കൗതുകത്തോടു തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ വരുമ്പോൾ നിങ്ങൾ യൂണിഫോമിലാണ് എങ്കിൽ നിങ്ങൾ അയാളോട് സംസാരിക്കുക യൂണിഫോമും വിട്ട പോലീസുകാരനായിട്ടാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ കവി ആയിട്ടാണോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. നിങ്ങൾ എങ്ങനെയായിരിക്കും അയാളോട് പെരുമാറുക എന്നുള്ളത്. എല്ലാവർക്കും നമസ്കാരം. എന്നെ അറിയുന്നവരാണ് കൂടുതൽ ആളുകൾ. എന്നെ കൂടുതൽ അറിയുന്ന ഭാര്യയും മകളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയണമെന്നുള്ളൊരു സാധനം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. തള്ള എന്തായാലും നിങ്ങൾ സഹിക്കില്ല എന്ന് എനിക്കറിയാം, സമ്മതിക്കില്ല എന്നറിയാം. അതിനു മുമ്പേ ഈ സാഹിത്യത്തിലെ പലമ, എഴുത്തിലെ പലമ എന്ന ഈ വിഷയം ഈ ഒരു WLF-ൽ ഉൾപ്പെടുത്തിയതിന് സംഘാടകരോട്, പ്രിയപ്പെട്ട വിനോദ് കെ ജോസിനോട് എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ഈ പലമ എന്നുള്ള വാക്ക് നമ്മൾ അങ്ങനെ അങ്ങ് കേൾക്കുന്നതല്ല. അത് നമ്മുടെ ഉള്ളിലുണ്ടാക്കുന്നൊരു സന്തോഷം, ആനന്ദമൊക്കെ ഉണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ WLF-ൻ്റെ എല്ലാ സെഷനും ലോകം മുഴുവൻ കാണുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിന് ശേഷം വയനാടിനോട് മറ്റു ജില്ലക്കാർ ഒരു അയിത്തം കൽപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. ദയവ് ചെയ്ത് ഞങ്ങൾ വയനാട്ടുകാരോട് ആ രീതിയിൽ മറ്റുള്ളവർ പെരുമാറരുത്. മുൻപ് ഞങ്ങളെ കണ്ടതുപോലെ എല്ലാവരും ഇങ്ങോട്ട് കടന്നു വരണം, ടൂറിസ്റ്റുകളായിട്ട് വരണം, അല്ലാതെയും ഞങ്ങളോട് ഹൃദയം ചേർത്ത് വെക്കണമെന്ന് ഈ WLF-ൻ്റെ ഒരു മുഖവുരയായി, ഈ ഒരു സെഷൻ്റെ മുഖവുരയായി ഞാൻ മറ്റു സൗഹൃദങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ചോദ്യം ഇതാണ്, മുമ്പിൽ വരുന്ന ആളോട് കവിയായിട്ടാണോ പോലീസുകാരനായിട്ടാണോ ഇടപഴകുക? വല്ലാതെ കുഴയ്ക്കുന്നൊരു ചോദ്യമാണ്. എനിക്ക് വായന എന്നെ കുറേയൊക്കെ സംസ്കരിച്ചെടുത്തിട്ടുണ്ട്. മുഴുവനായും സംസ്കരിക്കപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വളരെ ചെറുപ്പത്തിലെ വായന കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മിൽ കുറെ എന്തൊക്കെയോ മറ്റുള്ള ആളുകളുടെ പുസ്തകങ്ങളിൽ വന്നു ചേർന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നീട് കവിതയിലേക്ക് വന്നത് വളരെ വൈകിയാണ്. ഇപ്പം തോമസൊക്കെ ഇവിടെ ഉണ്ട്, പഴശ്ശി ലൈബ്രറിയുടെ അനിതയുണ്ട്, തോമസൊക്കെ ഉണ്ട്. അവർക്കറിയാം ഞാൻ എങ്ങനെയാണ് കവിതയിലേക്ക് വന്നത് എന്ന്. മാനന്തവാടി ടൗണിൽ ട്രാഫിക് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പഴശ്ശി ലൈബ്രറിയിലെ ചില കൂട്ടുകാർ എൻ്റെ അടുത്തേക്ക് വന്നു. ആരോ പറഞ്ഞു അത്യാവശ്യം കുത്തിക്കുറിക്കുന്ന സ്വഭാവമുള്ള ഒരു പോലീസുകാരനാണ്, അത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായ ഒരു പോലീസുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൗഹൃദങ്ങളാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അവരെന്നെ പഴശ്ശി ലൈബ്രറിയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത് ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ. പിന്നെ എൻ്റെ തട്ടകം അതായിരുന്നു. അവിടെ പറഞ്ഞും പരാതി പറഞ്ഞും ഒക്കെ ഞങ്ങൾ വിമർശിച്ചും ഒക്കെ എഴുത്തിൻ്റെ ഒരു വലിയ ഒരു ചുവടിലേക്ക് അങ്ങനെ വന്നു ചേരുകയാണ് ഉണ്ടായത്. ആ ഒരു സാധനം എൻ്റെ തൊഴിലിടത്തിൽ എന്നെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. ആ സഹായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പോലീസുകാരനായിരിക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വന്ന കുറേ അധികം ആളുകൾ ഇവിടെ ഉണ്ട്, അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഒരാളെ കേൾക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജോലിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരാളെ കേൾക്കുക. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ അയാളുടെ ഒരു അവസാനത്തെ ആശ്രയം എന്ന നിലയിലേക്ക് അയാൾ വരുന്നുണ്ടാവുക. വരുമ്പോഴേ അയാളൊന്ന് പുഞ്ചിരിച്ചാൽ അയാളുടെ ഒരു പകുതി പ്രശ്നം തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇരുന്നാൽ ഇരുത്തിയാൽ കുറെ കൂടി ആശ്വാസമായി, സാങ്കല്പിക കസേരയിലല്ല, യഥാർത്ഥ കസേരയിൽ. അപ്പോൾ അത് കുറെ കൂടെ ആശ്വാസമാവും. അങ്ങനെ ആശ്വാസമായി കഴിഞ്ഞാൽ നമ്മൾ അയാളെ കേൾക്കുക. അയാൾക്ക് പറയാനുള്ള കുറേയധികം സംഗതികളുണ്ടാവും. അയാൾ വീട്ടിൽ അല്ലെങ്കിൽ ഒരു പൊതു സ്ഥലത്ത് ഒരാളോട് അങ്ങേയറ്റം തർക്കിച്ച് അയാളെ സ്വീകരിക്കപ്പെടാതെ അല്ല അയാൾ പറയുന്നത് കേൾക്കാതെ ഒരു പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും ഒരു വന്നിട്ടുണ്ടാവുക. പക്ഷെ അയാൾ ആദ്യം കേട്ട് കഴിഞ്ഞാൽ അയാളുടെ
ഏകദേശം പ്രശ്നങ്ങളും അവസാനിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ കേൾക്കാനുള്ള ഒരു സാധനം, അതായത് എൻ്റെ മുമ്പിലേക്ക് വരുന്ന ഓരോ പരാതിയും ഓരോ സങ്കടങ്ങളാണെന്നൊരു ബോധ്യം എന്നിലുണ്ടാക്കിയത് കവിതയാണ്. അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. മറ്റൊരു കാര്യം, ഇപ്പം നമുക്കറിയാം, ഈ ഞാൻ എല്ലായിടത്തും പറയുന്ന ആലങ്കാരികമാണ്, അതിൻ്റെ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ടെന്ന് അനുഭവിച്ചവർക്കൊക്കെ അറിയാം. ഈ നമ്മുടെ ലാത്തി കണ്ടിട്ടില്ലേ? ലാത്തി, അത് 32 ഇഞ്ച് നീളമുള്ള ഒരു മുളന്തണ്ടാണ്, മുളക്കഷ്ണമാണത്. അതിൽ 6 തുളയിട്ടാൽ അത് പുല്ലാങ്കുഴലാവും എന്ന് പറഞ്ഞത് എൻ്റെ ഉപ്പയാണ് എന്നോട്. അങ്ങനത്തെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആലങ്കാരികമായിട്ടാണ് പറയുന്നതെങ്കിലും പക്ഷെ അതിലൊരു യാഥാർത്ഥ്യമുണ്ട്. ഞാൻ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് ഒരു ടൈം ബ്രേക്ക് ഉണ്ടാവും, 3 മാസം കൂടുമ്പോൾ ടൈം ബ്രേക്ക് ഉണ്ടാവും. ടൈം ബ്രേക്കിന് നമ്മൾ വീട്ടിൽ വന്നിട്ട് പോകുമ്പോൾ ഇൻസ്ട്രക്ടർ പറഞ്ഞു നിങ്ങൾ ലാത്തി കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്ന് ഉപ്പയോട് പറഞ്ഞു ലാത്തി വേണമെന്ന്. ഇപ്പം എന്നെ അനിയനും ലാത്തി ചായത്തോട്ടത്തിൻ്റെ ഇറമ്പിലുള്ള ഒരു മുളം കൂട്ടത്തിലേക്ക് പറഞ്ഞയച്ചു. അവിടുന്ന് ഒരങ്കോല് വെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഒരങ്കോല് വെട്ടി, അപ്പം ഞാൻ ഉപ്പയോട് പറഞ്ഞു 32 ഇഞ്ച് നീളം എന്ന് പറഞ്ഞു. അപ്പോൾ 32 ഇഞ്ച് നീളത്തിലത് വെട്ടി തോങ്ങലൊക്കെ കെട്ടി തോങ്ങുന്നതിന് പറയാം, ആ ഒരു വള്ളിയില്ല, തോങ്ങുന്നതിന് പറയാം. അതൊക്കെ കെട്ടി എനിക്ക് തന്നു വിട്ടു. അപ്പോൾ പോകുന്ന വഴിയിൽ പോകുമ്പോൾ പറഞ്ഞത് ഇതാണ്, ഇതിൽ 6 തുളയിട്ട് കാഷ്വലായിട്ട് പറഞ്ഞതാ, അല്ലാണ്ട് അത് ഒരു അകത്ത് തട്ടി പറഞ്ഞതാണ്. പക്ഷെ എനിക്കത് പിന്നീട് വലിയ എൻ്റെ ജോലിയിലുടനീളം സ്ട്രൈക്ക് ചെയ്തു എന്നുള്ളതാണ്. ഈ ലാത്തിയിൽ 6 തുള ഇടണം എന്നുള്ളൊരു ചെറിയ മെസ്സേജ് തന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അതാണ് എന്നെ കവിതയിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തുന്നത്. അങ്ങനെയൊക്കെയാണ് ഈ പോലീസ് അനുഭവമായിട്ട് പറയാനുള്ളത്. പിന്നെ വയനാട്ടിൽ ഞാൻ 10-20 വർഷമായിട്ട് കവിതയുമായിട്ട് ഇടപെടുന്നുണ്ട്, എല്ലാ ആളുകളോട് ഇടപെടുന്നുണ്ട്. കൂടുതലായിട്ട് ഞാൻ പൊതുജനം കാണുന്നത്, സാധാരണക്കാർ കാണുന്നത് ഒരു കവിത എഴുതുന്നൊരു പോലീസുകാരൻ, അതൊരു കൗതുകമാണ്. അതേസമയം നമ്മുടെ ഒരു സാഹിത്യത്തെ, കവിതയൊക്കെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഭാഗം പോലീസുകാരിലെ എഴുത്തുകാരെ എങ്ങനെ കാണുന്നു എന്നുള്ളത് എനിക്കൊരു ആശങ്കയുണ്ട്. പലപ്പോഴും ഞാൻ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്, പല ഇടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. ഒരു സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഒരു മത്സരത്തിൽ ഫൈനൽ റൗണ്ടിലെത്തി, ഞാനും മറ്റൊരാളുമാണ് എത്തിയത്. അന്ന് എനിക്കായിരുന്നു ആ സമ്മാനം കിട്ടണമെന്ന് അതിൽ ജഡ്ജ് ചെയ്ത ഒരാൾ പിന്നീട് എന്നോട് പറഞ്ഞറിയിച്ച കാര്യമാണിത്. പോലീസുകാരനാണെങ്കിൽ മാത്രം എന്നെ മാറ്റി മറ്റേയാൾക്ക് പ്രൈസ് കൊടുത്തു എന്നുള്ളൊരു അനുഭവമുണ്ട്. അപ്പം പോലീസ് എന്നത്, പോലീസിലെ എഴുത്തുകാരൻ എന്നത് 2 രീതിയിലും സ്വീകരിക്കപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അനുഭവം. താങ്ക് യു. വളരെ വിശദമായിട്ടുള്ളൊരു മറുപടി ആയിരുന്നു. ഞാൻ പച്ചുവിലേക്കാണ് ചോദ്യം. പച്ചു കുറേ കാലം ഒരു ടൈൽസിൻ്റെ പണിക്കാരനായിരുന്നു. പച്ചുവിൻ്റെ ഒരു കഥയുണ്ട്, മേശിരി എന്ന് പറയുന്ന കഥ. അപ്പോൾ ഈ അനുഭവങ്ങളെ, അത് എപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, ഈ എന്താ പറയുക, ഫിക്ഷനേക്കാൾ വിചിത്രമാണ് പലപ്പോഴും യാഥാർത്ഥ്യങ്ങളെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ അനുഭവങ്ങളെ ഫിക്ഷനീകരിക്കുന്നതിൻ്റെ ഒരു രസതന്ത്രം എന്തായിരുന്നു പച്ചു? ആ അനുഭവത്തിൻ്റെ പുറത്തുനിന്നുണ്ടെന്ന് പറയാമോ? എല്ലാവർക്കും സ്നേഹം. ഈ അങ്ങനെ ഫിക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ രസതന്ത്രമൊക്കെ നിൽച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല എഴുത്തുകാരൻ ഞാനാവും. ഓക്കെ. അപ്പം പിന്നെ റിഹാൻ പറഞ്ഞത് രാജേഷ് മേശ്രി നിർമ്മിതിനെ പറ്റിയിട്ടാണ്. പല സമയത്തും പിന്നെ നമുക്ക് ചുറ്റുവട്ടത്തുള്ള ജീവിതവും നമ്മൾ എഴുതുന്ന കഥേനെക്കാട്ടിയൊക്കെ ഒരുപാട് മുകളിലാണ്. ശരിക്കും ഈ രാജേഷ് മേശ്രി നിർമ്മിതിയിൽ അതിലുള്ളൊരു ആദ്യത്തെ കുറച്ച് പോർഷൻ, അത് വായിച്ചാരെങ്കിലും ഉണ്ടോ അറിയില്ല, അത് ശരിക്കും റിയലായിട്ട് നടന്നതാണ്. ഞങ്ങൾ മാർബിളിൻ്റെ പണിക്ക് പോകുമ്പോൾ, ഇപ്പോൾ മാർബിൾ വലിയ ഷീറ്റാണല്ലോ ഉണ്ടാവുക, വലിയ ഷീറ്റാണല്ലോ. അപ്പോൾ അത് ഒരു ചാക്ക് സിമെന്റിന് മറിച്ചിടും രാവിലെ തന്നെ എത്തിയാൽ. ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേക്കും നമ്മൾ സൈറ്റിലെത്തും. അങ്ങനെ അത് മറച്ചിട്ടിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് നനച്ചിട്ട് ഇങ്ങനെ എടുക്കുക ചെയ്യാം. അപ്പം അന്നൊരു ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മളെ മേശരീൻ്റെ അടുത്ത് വല്ലാതെ പൈസയൊന്നും ഉണ്ടാവില്ല. കാരണം തിങ്കൾ മുതൽ ശനി വരെയുള്ള പിന്നെ ആ ഒരു കാലയളവിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പൈസയൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളി ശനിയും ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ദിവസങ്ങളാണ്. ചിലവൊക്കെ നമുക്ക് ചിലപ്പോൾ കറിയൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് മൂപ്പരെ നിസ്സഹായതോട് ആണ് കേട്ടോ സംഭവിക്കുന്നത്.
അപ്പോൾ ഈ ശനിയാഴ്ചയാണ് ഈ സംഭവം. ഞങ്ങൾ ആദ്യമായിട്ട് സൈറ്റിൽ ഒരു പണി തുടങ്ങുക. അപ്പോൾ ഈ വീട് ഇതേമാതിരി നമ്മൾ പിന്നെ ഫസ്റ്റ് ഒരു കോട്ട അടിച്ചിട്ട് പിന്നെ നമ്മൾ നിലം ചെയ്തതിന്റെ ശേഷമാണ് പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുക. അപ്പോൾ ഇത് കുറേ കാലം ചിലപ്പോൾ പൂട്ടി ഇട്ടുണ്ടാവും വീട്. അപ്പം നമ്മൾ അവിടെ ചെന്ന് ആദ്യം തന്നെ പിന്നെ എന്താ പറയുക, നമുക്ക് വിരിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കും. അങ്ങനെ ചെന്ന അപ്പാട് തന്നെ ഇതേമാതിരി നമ്മളൊരു ചാക്കിന് പതിവ് പോലെ മറിച്ചിടുകയാണ്. അങ്ങനെ 2 ഷീറ്റ് ഞങ്ങൾ വളരെ കൂളായിട്ട് വിരിച്ച്, 3ാമത്തെ ഷീറ്റ് എത്തിയപ്പോൾ തന്നെ പെട്ടെന്ന് ഒരു പാമ്പ് പുറത്തേക്ക് ചാടുകയാണ്. അപ്പൊ അന്ന് വൈപ്പർ വാങ്ങാൻ 110 ഉറുപ്പ്യ കണ്ടാണ് അന്ന് വൈപ്പറിന്. അപ്പൊ ഇത് മേശരി വളരെ കഷ്ടപ്പെട്ടിട്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് വൈപ്പർ വാങ്ങി കൊണ്ടുവന്നാണ്. അപ്പം ഞങ്ങളെ കൂടുതലുള്ള ചങ്ങായി എന്താ വെച്ചാൽ ഈ പാമ്പ് പുറത്ത് ചാടി അപ്പാട് ഈ വൈപ്പർ ഒറ്റ അടിയാ. പാമ്പ് കുറച്ച് അകപ്പുറത്തേക്ക് പോയി വൈപ്പർ പൊട്ടി. പിന്നെ പാമ്പിനെന്തായാലും, അതായത് നമ്മൾ പണിയെടുക്കുന്ന സ്ഥലത്താണ്. അപ്പൊ ഇവൻ ബാക്കിയായ വൈപ്പറോട്ട് അടിച്ചിട്ട് പാമ്പിനെ കൊന്നു. ഇത് ഭയങ്കര പ്രശ്നമായി. പാമ്പിനെ കൊന്നാലും ഇത് വൈപ്പർ പൊട്ടിച്ചില്ലേ. പണി നടക്കണമെങ്കിൽ വൈപ്പർ വേണം. നമുക്കിങ്ങനെ ഈ ജോയിൻ്റൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ വടിച്ചിട്ട് എടുക്കണം, അപ്പോഴത് ക്ലിയർ ആവുള്ളൂ. പൂഴിത്തന്നെ ഒന്നും കുടുങ്ങാൻ പാടില്ല. അങ്ങനെ ഇവര് തമ്മിൽ ഭയങ്കര പ്രശ്നം. ആ സമയത്താണ് അവിടുത്തെ ടീച്ചർ കയറി വരികയാണ്. ഞങ്ങൾക്കുള്ള ചായ, ഒരു ഇടച്ചായ ഉണ്ടോ, ആ ചായ ചെറിയൊരു കടി കൊണ്ട് വരിക. അപ്പോൾ ഈ വൈപ്പർ പൊട്ടിച്ച ആള്, ഇതൊരു പുറത്തുനിന്നുള്ള ഒരാൾ വരികയല്ലേ, നമ്മളങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അയാളെ വേഗം കൂട്ടുപിടിക്കുമ്പോൾ, അതായത് ന്യായം ആരുടെ ഭാഗത്താണ് അറിയാൻ വേണ്ടിയിട്ട്. എന്താ പ്രശ്നം എന്ന് വെച്ച്, അല്ല ടീച്ചറെ, പിന്നെ ഒരു പാമ്പിനെ കണ്ടിക്കുകയാണെങ്കിൽ നമ്മളെ കയ്യിലുള്ള സാധനം കൊണ്ടല്ലേ നമ്മൾ അടിക്കുക. അപ്പോൾ ടീച്ചർ പറഞ്ഞാൽ അതെ, ഇതാണ് പ്രശ്നം. ഞങ്ങൾ രാവിലെ വാങ്ങിയ വൈപ്പർ പൊട്ടി പാമ്പിനടിച്ചിട്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ നിൽക്കുക. ആ സമയത്ത് പെട്ടെന്ന് ടീച്ചർ നോക്കിയാണ്, നിങ്ങൾ ഇവിടുന്ന് പാമ്പിനെ കൊന്ന്. സാധനം പെട്ടെന്നായിട്ട് മാറി. പണി നിർത്തണം. പാമ്പിനെ കൊന്നിക്കുകയാണെങ്കിൽ അത് ഏത് പാമ്പാന്ന് അറിഞ്ഞിട്ട് അതിനുള്ള പരിഹാരം ചെയ്തിട്ട് പണിയെടുത്താൽ മതി. അതിൽ മേശരി പുറത്ത് കൂട്ടിയിട്ട് സിമെന്റിലേക്ക് നോക്കുക, ഞങ്ങളെ മുഖത്തേക്ക് നോക്കുക. കാരണം ഈ പൈസ മൂപ്പരെടുത്താ പോവുക. അല്ല ടീച്ചർ, അത് പാമ്പ് അല്ലല്ല, അതെന്തായാലും പിന്നെന്തായിന്ന് അറിയാം, ഞങ്ങൾ വിരിക്കുന്നതിന് പകരം പാമ്പിനെ തരണതായി പണി. ചത്ത പാമ്പിനെ പോയി അങ്ങോട്ട് എടുത്ത് എറിഞ്ഞിന്, തെരലോട് തെരഞ്ഞ. അത് മുഴുവൻ ചാവാതെ പോയിണോ അറിയില്ല. പാമ്പിനെ കിട്ടിയില്ല. എന്നിട്ട് പിന്നെ തെരച്ചില് ആ പണി നിർത്തി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലുത്. അപ്പൊ എന്താ വെച്ചാൽ ഇത് നമുക്ക്, നിങ്ങൾക്ക് ഇപ്പൊ ഇതൊരു കഥയായിട്ടല്ലേ തോന്നുന്നത്, ഇത് ജീവിതത്തിൽ സംഭവിച്ചതാ. പിന്നെ ആ രാജേഷ് മേശരിന്റെ ബാക്കിയുള്ള പിന്നെ പോർഷനൊക്കെ നമ്മളെ ഈ പണ്ടാര പറഞ്ഞിട്ട് നമ്മൾ ഇമാജിനൊക്കെ ചെയ്ത് ഇങ്ങനെ ചെയ്തതാണ്. പക്ഷെ ഇതിന്റെ ഫസ്റ്റ് പോർഷൻ ഇതാണ്. ഈ പാമ്പിനെ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു ചാക്ക് സിമെന്റ് പൂഴിയൊക്കെ പോവും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്പേസിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലായില്ല? അപ്പം ഇതിൽ കഥ ഏതാണ്, റിയാലിറ്റി ഏതാണെന്നുള്ളത് നമുക്ക് എപ്പോഴും സംശയവും. മനസ്സിലായില്ല? അപ്പൊ ഈ കഥേനെ കാട്ടി ഒരുപാട് മുകളിലാണ് ചില യഥാർത്ഥ ജീവിതങ്ങളിൽ നിന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. രാജേഷ് മേശരിനെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. അപ്പൊ അത് പിന്നെ ഇപ്പൊ എല്ലാ കഥകളും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില സാധനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ നിന്ന് എടുക്കും, അതൊരു വേറൊരു രീതിയിൽ ചെയ്യും. അങ്ങനെയാണ് സംഭവിക്കുന്നത് ഈ കഥകൾ. അല്ലാതെ അതിനൊരു വലിയൊരു രസതന്ത്രമോ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ സാധനം ഒന്നുമില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്നോ രക്ഷപ്പെടും. പറഞ്ഞില്ലേ, പകുതി ഭാവനയും പകുതി അനുഭവം എന്നാണ്. ഈ രണ്ടാമത്തെ പകുതിയാണ് ഈ രസതന്ത്രം എന്ന് പറയുന്ന സാധനം. അത് ഈ കരുതിക്കുട്ടി പറയാതിരിക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നതിന് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോട്ടെ, തമാശ പറഞ്ഞാണ്. ഞാൻ സോണിയ ചേച്ചിയിലേക്ക് വീണ്ടും പോരുന്നു. സോണിയ ചേച്ചി, സ്നോ ലോട്ടസ് എന്ന് പറയുന്ന നോവൽ എഴുതാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹോംവർക്കുകൾ നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എഴുത്തനുഭവം ഒരു ചെറിയ സമയത്തിനുള്ളിൽ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും. ആ ഒരു പുസ്തകത്തിൻ്റെ, പ്രത്യേകിച്ച് ഹിമാലയത്തെക്കുറിച്ചൊക്കെ എഴുതുന്ന ആ ഒരു സംഗതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ രസമായിരിക്കും തോന്നുന്നു. താങ്ക് യു റിഹാൻ. സ്നോ ലോട്ടസ് ഇപ്പോൾ ഒരു നോവല് വന്നിട്ടുണ്ട്, മാതൃഭൂമിയാണ് പബ്ലിഷ് ചെയ്തത്. സ്നോ ലോട്ടസ് അതിൻ്റെ പേര്. അത് എഴുതിയത് ശരിക്കും ഇതിൻ്റെ കഥ ഒരു 20 വർഷമായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുന്ന ഒരു കഥയാണ്. എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഒരു ക്രിസ്മസ് കാലമല്ലേ, അപ്പം ഞാൻ അത് പറഞ്ഞുതരാം. ഞങ്ങൾ തവാങ് എന്ന് പറയുന്ന അരുണാചൽ പ്രദേശിൽ, ഇപ്പോൾ ബാബു സാറൊക്കെ അവിടെ പോയിട്ട് വന്നതേ ഉള്ളൂ, അവിടെ പോസ്റ്റഡ് ആയിരുന്നു, അവിടുത്തെ ഒരു ഫീൽഡ് ഹോസ്പിറ്റലിൽ. അപ്പം ഞങ്ങളുടെ ഹെഡ്ക്വാർട്ടർ കുറച്ച് മേലെയാ, വീട്ടിൽ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ കുറച്ച് താഴെയാണ്, ഹസ്ബൻഡും കുഞ്ഞുങ്ങളും ഒരു മിലിറ്ററി ഹോസ്പിറ്റലിൻ്റെ കുറച്ച് താഴെയുള്ള സ്ഥലത്താണ്.
അപ്പം ഞങ്ങൾ അന്ന് ക്രിസ്മസ് കാലമാണ്. അപ്പം ക്രിസ്മസിന് ആ സമയത്ത് ഞാൻ ഹെഡ് ക്വാർട്ടറിൽ പോയതാണ്. പക്ഷെ വിചാരിക്കാതെ കുറച്ച് ദിവസം കൂടുതൽ തങ്ങേണ്ടി വന്നു. അപ്പം താഴേക്ക് ഇറങ്ങി വരുവാണ്. അപ്പം ഈ ഷേലാപ്പാസ് ഒക്കെ, ഇപ്പം ഷേലാപ്പാസിന് ടണലുണ്ട്, അന്ന് ടണലില്ല. അപ്പം പാസ് ഇങ്ങനെ നൂറാനാങ്കൊക്കെ കയറി ഇങ്ങനെ ഷേലാപ്പാസ് കഴിഞ്ഞ് മല കയറി താഴേക്ക് ഇറങ്ങി വരുന്ന വഴിയാണ്. അപ്പൊ ഇറങ്ങി വരുമ്പോൾ മൊത്തം മഞ്ഞാണ്. ഈ ക്രിസ്മസ് ആണല്ലോ, ഡിസംബർ മൊത്തം കവർ ചെയ്തിരിക്കുക മഞ്ഞില്. അപ്പൊ ഇങ്ങനെ ബോർഡർ റോഡ്സിന്റെ ഗ്രഫിന്റെ വണ്ടി ഇങ്ങനെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ ഐസ് കട്ട് ചെയ്ത് മാറ്റി ആ ചെറിയ ഇടയിൽ കൂടെ വരുമ്പോൾ ഞാൻ കുറച്ച് വറീഡാ. ക്രിസ്മസ് ആയി, ക്രിസ്മസ് ട്രീ വെച്ചിട്ടില്ല, കേക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും കേക്കിന് വേണ്ടി കുതിർത്തിട്ടിട്ടില്ല. ഇങ്ങനെ താഴേക്ക് വരുമ്പം ഞാൻ ഈ നൂറാനാങ് വാലിയിൽ അന്ന് ഈ വലിയ മരങ്ങള്, ദേവദാരുക്കള്, എത്ര മിനിറ്റ് ഉണ്ട് റിഹാൻ എനിക്ക്? ഓക്കെ, ഈ ദേവദാരുക്കൾ പട്ടിട്ട് ഈ തൈമരങ്ങൾ കിളുത്ത് വരുന്ന സമയമാണ്. അങ്ങനെയുണ്ട്, ഒരുപാട് പ്രായം കഴിഞ്ഞാൽ ഈ ദേവദാരുക്കൾ പട്ടുപോകും അടിയിൽ നിന്ന് ഇങ്ങനെ. അപ്പം ഈ നമ്മൾ ഈ പഴയ ഈ ക്രിസ്മസ് കാർഡിലൊക്കെ കാണുന്ന പോലെ കുഞ്ഞു ദേവദാരുക്കൾ ഇങ്ങനെ മഞ്ഞിൽ മുഴുവൻ ഉറഞ്ഞു നിൽക്കുക. അത് കണ്ടപ്പോൾ ഞാൻ അവിടുന്ന് ഒരു ദേവദാരിൻ്റെ ഒരു ബ്രാഞ്ച് വെട്ടിയെടുത്തു, ഒരു നിറച്ച് മഞ്ഞൊക്കെയുള്ള, എന്നിട്ട് ജിപ്സിയുടെ മേലെ കെട്ടിവെച്ച് ഇങ്ങനെ ഞങ്ങൾ അപ്പോഴത്തേക്കും ആ പഴയ ചുക്കിൻ്റെയും കെക്കിൻ്റെയും കഥയില്ലേ, ഒരു ദേവദാരു ശേഖരമൊക്കെ ആയിട്ട് വലിച്ചുകൊണ്ട് വരുന്ന ആ മഞ്ഞു മനുഷ്യൻ്റെ ഒക്കെ കഥയൊക്കെ ഓർത്ത് സന്തോഷത്തിൽ വീട്ടിൽ കൊണ്ടുവന്ന് കുത്തിവെച്ച് അപ്പോഴത്തേക്കും വീട്ടിനടുത്തുള്ള എല്ലാ കണ്ടോൺമെന്റിലെ എല്ലാ കുട്ടികളും ഓടി വന്നു. എല്ലാവരും ഇങ്ങനെ 3-4 ലെയർ ഉടുപ്പൊക്കെ ഇട്ട്, എന്നിട്ട് അതിലിങ്ങനെ അവനവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ടെഡി ബെയറും അങ്ങനെ എല്ലാം എടുത്ത് അതിൽ തൂക്കിയിട്ടുകൊണ്ടിരിക്കുക. പക്ഷെ അങ്ങനെ ഇങ്ങനെ ഒത്തിരി സന്തോഷമായപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരിയെ വിളിച്ച് പറഞ്ഞു, നോക്ക് ഇത് ക്രിസ്മസ് ആണ്, ഞങ്ങളിത് വലിയ ആഘോഷമായിരുന്നു. അപ്പൊ പുള്ളിക്കാരി പതുക്കെ ഒന്ന് തോണ്ടി, സമാധാനത്തിന്റെ രാജാവിന്റെ ഉത്സവം ആഘോഷിക്കുന്ന പട്ടാളക്കാരെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു ശകലം ഒന്ന് വിഷമമായി. അങ്ങനെ ആ വിഷമത്തില് പിറ്റേ ദിവസം ക്രിസ്മസിന്റെ സമയം ഞാനിങ്ങനെ ആ OPD-യിൽ ഇരിക്കുമ്പോൾ അപ്പോൾ അവിടുത്തെ ഒരു സീനിയർ ലാമ കാണാൻ വന്നു. കാരണം നമ്മൾ അവരുടെ ഡോക്ടേഴ്സാണ്, അവരുടെ വിഹാരങ്ങളിലൊക്കെ പോയി നമ്മൾ അവരുടെ ക്യാമ്പുകളൊക്കെ നടത്തുന്നതുകൊണ്ട് അവർക്കറിയാം അവർ ക്രിസ്മസിനൊരു സമ്മാനമായിട്ട് വന്നതാണ്. അപ്പോൾ ഈ സീനിയർ ആയിട്ടുള്ള ലാമ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താ ഇത്രയും ഡള്ളായിട്ടിരിക്കുന്നത് ക്രിസ്മസ് ആയിട്ട്? ഞാൻ പറഞ്ഞു, നമുക്കെന്ത് ക്രിസ്മസ്, നമ്മൾ പട്ടാളക്കാരല്ലേ, നമ്മൾ സമാധാനത്തിന്റെ രാജാവിന്റെ ഉത്സവം എങ്ങനെ ആഘോഷിക്കും എന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, നീ അവിടെ ഇരിക്കുക, നിന്റെ പേഷ്യന്റ് കുറഞ്ഞെങ്കിൽ ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം അന്ന് എന്നോട് ആ കഥ പറഞ്ഞു തന്നു. അദ്ദേഹം ലാസയിൽ നിന്ന് ആ സമയത്ത് 1959 ടിബറ്റിന്റെ അറ്റാക്ക് ഉണ്ടായ സമയത്ത് അവിടെ നിന്ന് ഓടി വന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ അച്ഛനും മൂത്ത 2 സഹോദരന്മാരും അവിടെ മരിച്ചുപോയി വീണതാ ഈ ലാസ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ യന്ത്രത്തോക്കുകളുമായിട്ട് വന്ന മനുഷ്യർക്കെതിരെ ഞങ്ങൾ കല്ലും കവണയായിട്ടാണ് നിന്ന് മകളെ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ കഥ മുഴുവൻ പറഞ്ഞു തരുക. ആ ഹിമാലയത്തിലൂടെ ക്രോസ് ചെയ്ത് വന്ന കഥ, മഞ്ഞുകാലത്ത് ആ ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പം നമ്മളിങ്ങനെ എന്താ പറഞ്ഞത്, അന്ന് ഞങ്ങൾ വിചാരിച്ചു സമാധാനവും സ്നേഹമുള്ള ഒരു രാജ്യമാണ്, ഞങ്ങൾ ആരെയും ആക്രമിച്ചില്ല, അതുകൊണ്ട് ഞങ്ങളെ ആരും ആക്രമിക്കില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, സമാധാനത്തിനും സ്നേഹത്തിനും കാവൽ ആവശ്യമുണ്ട്. നിങ്ങളിപ്പോൾ ഈ അതിരി നിൽക്കുന്നതുകൊണ്ടല്ലേ ഞങ്ങൾ ഇവിടെയെങ്കിലും സമാധാനമായിട്ട് ഇരിക്കുന്നത് എന്ന് അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് അന്ന് ആ മനസ്സിൽ എന്നിട്ട് ഇങ്ങനെ പറയാ, രാജ്യമില്ലാത്തവരുടെ വിഷമം, കാലിന്റെ കീഴിൽ മണ്ണില്ലാതെ ഈ ലോകം മുഴുവൻ കാല് വെന്ത് അലഞ്ഞു നടക്കുന്നവരുടെ വിഷമം അത് അറിഞ്ഞവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അത് അമ്മ ഉള്ളവരോട് അമ്മ ഇല്ലാത്തവരുടെ സങ്കടം പറയുന്നത് പോലെയാ. ഞങ്ങളിങ്ങനെ അധികം വെടിവെക്കുകയും പുകയ്ക്കുകയോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് ആർക്കും ഞങ്ങളുടെ വിഷമം അറിയുന്നില്ല. ഇതൊക്കെ പറഞ്ഞ് അദ്ദേഹം എനിക്ക് ആ സമ്മാനം മേശപ്പുറത്ത് വെച്ച് ഇങ്ങനെ ഈ ഇടറുന്ന കാലുകളുമായിട്ട് നടന്നുപോയി. അന്ന് തൊട്ട് എൻ്റെ മനസ്സിലിങ്ങനെ ഉടക്കി കിടക്കുക. ഇവരുടെ കാര്യങ്ങളും എന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അങ്ങനെ ആ സ്നോ ലോട്ടസിന്റെ കഥയുടെ പുറകിൽ അങ്ങനെ അതാ വന്നത്. ശരിക്കും ഈ അലയുന്നവരുടെ സങ്കടം നമുക്ക് മനസ്സിലാകും. കാരണം ഈ ഡയസ്പോറ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊക്കെ ഈ കുടിയേറ്റക്കാരുടെ 3ാം തലമുറയിൽപ്പെട്ടവരാ. ഞങ്ങളൊന്നും ഇവിടെ ഉണ്ട് ഒരുപാട് പേര്, ഷീലയും ഞാനും ഒക്കെ നമ്മളൊക്കെ 3ാം തലമുറയോ 4ാം തലമുറയോ ആയിരിക്കും ചിലപ്പം. പക്ഷേ ഞങ്ങളൊന്നും ഒട്ടും ആ വിഷമങ്ങളും സങ്കടങ്ങളും ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ മലമ്പാമ്പിനോടും മലമ്പനിയോടും ഒക്കെ പോരാടിയ മനുഷ്യരുടെ കഥ. പക്ഷെ പിന്നെ ഗൾഫിലെ പ്രവാസികൾ, നമുക്ക് ഒരുപാട് പ്രവാസികളുണ്ട്. പിന്നെ ഞങ്ങളാണെങ്കിലും പട്ടാളത്തിൽ ഓരോ 3 കൊല്ലം കൂടുമ്പോഴും ഈ കാലിൻ്റെ അടിയിൽ വെള്ളം മാതിരി നമ്മുടെ, പക്ഷെ ഇതൊന്നും നമുക്ക് ഈ ചെതറിപ്പോയവരുടെ സങ്കടങ്ങളുമായിട്ട് നമുക്ക് താരതമ്യം പോലും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെല്ലാം എന്തെങ്കിലും ഒരു മുമ്പിൽ ഒരു ഹോപ്പുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്, ഒരു ഫിനാൻഷ്യൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് നമ്മുടെയൊക്കെ പ്രവാസങ്ങൾ. പക്ഷേ ഈ ഡയസ്പോറ എന്ന് പറഞ്ഞാൽ ചെതറിപ്പോയ മനുഷ്യരുടെ കഥയാണ്. അപ്പം ഞാൻ ഇവിടെ ഈ എഴുതാൻ വേണ്ടി വെച്ചിരിക്കുന്നതിൽ ദാവയും ഗോപയും 2 പേരും 2 രീതിയിൽ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന മനുഷ്യരാണ്. ഈ ഒരുപാട് അലയുന്ന മനുഷ്യരുടെ മനസ്സിൽ രൂപപ്പെടുന്ന ഒരു സ്വാസ്ഥ്യമുണ്ട്. ഈ
എന്താ പറയുന്ന ഒരു അന്വേഷണത്തിന്റെ പുസ്തകം എന്നുള്ള എൻ്റെ കഴിഞ്ഞു അല്ലെ ടൈം 2 മിനിറ്റ് കൂടെ ഒക്കെ താങ്ക് യു. അന്വേഷണത്തിന്റെ പുസ്തകം എന്നുള്ള രീതിയിലാണ് അതൊന്ന് രൂപപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ആസ്ക് സീക്ക് നോക്ക് എന്ന് പറയില്ലേ, നമ്മൾ ഒരു സീക്കിംഗ്, ദ ബുക്ക് ഓഫ് സീക്കിംഗ്. ഈ അലയുന്ന മനുഷ്യര്, അങ്ങനെ ഈ അലച്ചിലിന്റെ ഒരു പുസ്തകം. ഞാൻ നോക്കുമ്പോൾ എല്ലാ മനുഷ്യരും എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങളില്ല. ചിലത് വിഷ്വലാ, വളരെ ഒബ്വിയസാ, ചിലത് കാണാൻ പറ്റുന്നില്ല. ഈ എന്താ പറയാ, ഈ ഫിസിക്കലായിട്ടുള്ള അന്വേഷണമുണ്ട്, ഇതില് ആത്മീയമായ അന്വേഷണമുണ്ട്, മനസ്സിന്റെ ഉള്ളിൽ നടക്കുന്നത്. ഫിസിക്കൽ ഇതിലൊരു പർവ്വതാരോഹണമാണ്, അത് ഒരുപാട് സ്ട്രഗിൾ വേണ്ടി വരുന്നതാണ്. മലകൾ കടന്ന് ട്രാൻസ് ഹിമാലയൻ ആണ്. ഹിമാലയം ഇങ്ങനെ നടന്ന് കുറുകെയല്ല കിടക്കുന്നത്, ഇങ്ങനെ പാരലായിട്ട്. പക്ഷേ അതിനൊരുപാട് ക്ലേശങ്ങളുണ്ട്. പക്ഷെ ആ മനസ്സിലുള്ള അന്വേഷണങ്ങൾ ശരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഏതിനാ? എനിക്ക് തോന്നുന്നു ഉള്ളിലുള്ള അന്വേഷണങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ സ്ട്രഗിൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹോംവർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഒറ്റ വരിയിൽ പറയാം, ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനൊരു പർവ്വതാരോഹകയല്ല. ഇവിടെ ബാബു സാറുണ്ട്, ബാബു സാറിൻ്റെ മോള് മഹിമയൊക്കെ 1ാമത്തെ ലെവല് മൗണ്ടനിയറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഞാൻ ബേസിക്കലി നമ്മൾ ഈ റോപ്പ് ക്ലൈംബിങ്, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, ചെറുതായിട്ടുള്ള ഇഷ്ടം കൊണ്ടുള്ള ഒരു പർവ്വതാരോഹണം വരെ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാട് ആ രീതിയിൽ കുറേ ഹോംവർക്ക് ചെയ്യേണ്ടി വന്നു. അതിനെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബെസ്റ്റ് മൗണ്ടനീഴ്സ്, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ നമ്മുടെ പർവ്വതാരോഹകര്, പ്രത്യേകിച്ച് ബെന്നുണ്ട്, സിയാച്ചിനിലെ മൗണ്ടനി എന്താ പറയുക ബാറ്റിൽ സ്കൂളിന്റെ കമാൻഡന്റ് ആണ് അദ്ദേഹം. പിന്നെ ഒരുപാട് ഥാപ്പ സാറ്. പിന്നെ ഞാൻ അതിനു വേണ്ടിയിട്ട് ആ മൗണ്ടനിയറിങ് സ്കൂൾ സന്ദർശിച്ചിട്ടുണ്ട്. പിന്നെ ഗുൽമാർഗിലെ മൗണ്ടനിങ് അക്കാദമിയിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഹോംവർക്ക് നന്നായിട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ സമയം കഴിഞ്ഞു. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത തവണ കാണുമ്പം, വയനാടല്ലേ, കാണുമ്പോൾ നമുക്ക് പറഞ്ഞു തീർക്കാം. ശരി, താങ്ക് യു. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞു തീർക്കുന്നതിനെക്കാട്ടി നല്ലത് ആ പുസ്തകം വായിച്ചറിയുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ പറഞ്ഞു തീർക്കുന്നതിനെക്കാട്ടി ഭംഗി പുസ്തകം വായിക്കുമ്പോൾ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഓരോ രൂപങ്ങളാണല്ലോ രൂപപ്പെടുക, അല്ലെങ്കിൽ ആ ചിത്രം വേറെ ആയിരിക്കുമല്ലോ, ഓരോ മനുഷ്യനും വ്യത്യസ്തമായിരിക്കും. ഞാൻ സുകുമാരേട്ടൻ്റെ അടുത്തേക്കാണ് എൻ്റെ ചോദ്യം. ഈ ബേത്തിമാര ഒരു അനുഭവാഖ്യാനമാണല്ലോ, അപ്പം അത് എഴുതാനുണ്ടായ ഒരു കാരണം, അല്ലെങ്കിൽ അതിന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഒരിടത്ത് പറയുന്നുണ്ട്, പോരാടാൻ സമരത്തേക്കാൾ നല്ലത് എഴുത്താണ്. ഇതാണ് ചോദ്യം. ഈ ബേത്തിമാരൻ എന്നത് എൻ്റെ സ്വന്തം പേരാണ്, എൻ്റെ വില്ലേജൻ്റെ പേര്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മുത്തശ്ശന്മാരുടെയും പേരുകൾ കുട്ടികൾക്ക് ഇടുന്നത് പോലെ എനിക്ക് ലഭിച്ച ഒരു പേരാണ് ബേത്തിമാരൻ. അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഈ ബേത്തിമാരന് ഒരു 5-6 കുട്ടികളുണ്ട്. സ്ത്രീകളുണ്ട്, പുരുഷന്മാരുമുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അപ്പോ ഇദ്ദേഹത്തിന്റെ ബേത്തിമാരന്റെ മൂത്ത മകനാണ് ജാച്ചൻ. അത് മലയാളികൾ രാജനാക്കി. അപ്പൊ ഈ ജാച്ചന്റെ ഒരേ ഒരു ആൺകുട്ടിയായിട്ടാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ അനിയന്മാർക്കും പിന്നെ ആൺകുട്ടികളുണ്ട്, അദ്ദേഹത്തിന്റെ ചേച്ചിമാർക്കും ആൺകുട്ടികളുണ്ട്. അപ്പൊ ഈ ബേത്തിമാരന്റെ മുഖച്ഛായ ഇവർക്ക് ആർക്കുമില്ല. അപ്പൊ എന്താക്കി, ബേത്തിമാരന്റെ മകളായ നെഞ്ചി, അച്ഛന്റെ ചേച്ചിയും മറ്റ് പിന്നെ പല ആൾക്കാരും വന്നിട്ട് ഞാൻ കുഞ്ഞുകുട്ടിയല്ലേ, അപ്പോ അവിടെ വന്നിട്ട് എനിക്ക് പേരിടല് വീട്ടിൽ തന്നെ ചെയ്യുക. അവർ സ്വന്തം വിളിക്കുക, ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. പല പല പേരിട്ടു, ചാത്തൻ, ജോഗി, ചന്ദൻ, കരിയൻ, ചെലുവൻ, ഇങ്ങനെ എല്ലാം വിളിച്ചിട്ട് എന്റെ കരച്ചിൽ നിൽക്കുന്നില്ല. അവസാനം എന്താക്കി, ഈ നെഞ്ചി നമ്മുടെ കൂടൽക്കടവിന്റെ തൊട്ട് താഴെയുള്ള വീട്ടിലുള്ള നെഞ്ചി, മല്ലന്റെ ഭാര്യ, ആ നെഞ്ചി വിളിച്ചു, ബേത്തിമാരാന്ന് വിളിച്ചു. അപ്പന്റെ കരച്ചിൽ നിന്നു. ആ കരച്ചിൽ നിന്നതോടെയാണ് എനിക്ക് എൻ്റെ വില്ലേജന്റെ പേരെനിക്ക് സ്വന്തമായി ലഭിച്ചത്. അങ്ങനെയാണ് 1-ാം ക്ലാസ്സിലേക്ക് വയസ്സ് തികയാതെ പോയിട്ട് 1-ാം ക്ലാസ്സിലേക്ക് ചേരുകയും ആ സ്കൂളിൽ വെച്ചിട്ട് അവിടുത്തെ അധ്യാപകരായ ആൾക്കാർ ബേത്തിനെ വെട്ടിക്കളഞ്ഞു. കത്തി കൊണ്ടല്ല, കോടാലി കൊണ്ടല്ല, നാക്കുകൊണ്ട്. അത് വെട്ടി മാറ്റിയിട്ട് കേരളത്തിലെ സൂപ്പർ സ്റ്റാർ പൃഥ്വിരാജിന്റെ അച്ഛൻ സുകുമാരൻ എന്ന പേരിട്ട് സുഗു ചേർത്ത് വെച്ചിട്ട് ഇവൻ ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ, സൂപ്പർ സ്റ്റാറിന്റെ പേരാണ് കൂട്ടിച്ചേർക്കുന്നത്. അപ്പൊ എൻ്റെ അച്ഛൻ ആ എച്ച് എമ്മിന്റെ അടുത്ത് ചോദിച്ചു, ഇത്തിരി പോയ ഒരു കുഞ്ഞിനെന്തിനാ
85-ന്റെ പേരിടുന്നതെന്ന് ചോദിച്ചു. 85 വയസ്സുള്ള ആളെ വിളിക്കുന്ന പേരാണ് സുകുമാരൻ, ഒരു കുഞ്ഞുകുട്ടിക്ക് ഇടാനുള്ള പേരല്ല. അപ്പൊ അന്ന് ആ അധ്യാപകൻ, ആ HM പറഞ്ഞ വാക്ക്, അവൻ കുഞ്ഞല്ലേ, അവൻ വളരും തോറും ആ പേര് വളർന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ അന്ന് വഴക്കിട്ടു, ആ പേര് വേണ്ട, എൻ്റെ ഒറിജിനൽ പേര് വേണമെന്ന്. പക്ഷെ അതും കഴിഞ്ഞു. പിന്നീട് നമ്മുടെ നാട്ടില് വേറൊരു വിദേശ രാജ്യത്തിലേക്ക് പണിക്ക് പോകുന്ന രീതിയായി. വിദേശ രാജ്യമല്ല, നമ്മളെ പറയുന്ന അന്യ സംസ്ഥാനം എന്നല്ല പറയുന്നത്, സ്വന്തം രാജ്യത്തിലുള്ള സംസ്ഥാനത്ത് അന്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് ഒരിക്കലും ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ സ്വന്തം നാടല്ലേ, അവിടെ പട്ടാളക്കാരും അതിർത്തിക്കാരൊക്കെ ഉണ്ട്. നമ്മളങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വണ്ടിയും കയറ്റൂല. അത്തരത്തിലുള്ളൊരു സ്വഭാവമുള്ള പിന്നെ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് സാരമില്ല. എന്നാലും ആ കുടക് ജീവിതത്തിലേക്ക് എല്ലാവരും പോയിട്ട് ഒരു വരുന്ന രംഗമാണ്. തിരിച്ച് 1 മാസം 2 മാസം ജോലി ചെയ്ത് തിരിച്ചു വരുന്ന രംഗത്തിൽ ഒരു ദിവസം മാനന്തവാടി പിന്നെ ടാക്കീസിലേക്ക് പുതിയ സിനിമ വന്നു കഴിഞ്ഞാൽ അവിടേക്ക് കുടകിൽ നിന്ന് വരുന്ന ആ സാമ്പത്തികം മൊത്തം ആ ഊരിലെ കുട്ടികളെയും കുഞ്ഞുങ്ങളെയും കൂട്ടിയിട്ട് ആ സിനിമ തിയേറ്ററിൽ പോയിട്ട് അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, പല സാധനം സിനിമ കാണിക്കുക, അത്തരത്തിലുള്ള ജീവിതം കഴിഞ്ഞിട്ട് ആ പണം മൊത്തം അവിടെ തീർത്തിട്ട് തിരിച്ചു വരുന്ന രംഗം ഉണ്ടായിരുന്നു. ഇന്ന് അവിടെ ഇല്ല, ചാരികത ആ പ്രദേശത്ത് ഇപ്പൊ അതില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ ബത്തേരിയും നൂൽപ്പുഴ ആ ഭാഗത്താണ് ഏറ്റവും കൂടുതലുള്ളത്. ഞങ്ങൾ അവിടെ നിർത്തി ആ പരിപാടി, ആ ഒരു അടിമ ജീവിതം നിർത്തി. അപ്പൊ അങ്ങനെ ഇവരുടെ ഒരു കഥകളുണ്ട്, ഒരു തമാശ കഥകൾ. ഇവരവിടെ പണിയെടുത്തുകൊണ്ടിരിക്കാൻ പലതരത്തിലുള്ള തമാശ രീതിയിലാണ് ഇവർ സംസാരിക്കുക. നമ്മളെ കളിയാക്കിക്കൊണ്ടും നമ്മൾ അവരെ കളിയാക്കിക്കൊണ്ടും നമ്മൾ രസിച്ചുകൊണ്ടുമുള്ള പലതരത്തിലുള്ള വാക്കുകൾ നമുക്ക് നല്ല രസം ഉണ്ടാവും. ആ രസത്തിലുള്ള കഥകൾ കേട്ട് എന്താക്കി ഞാനും കുടകിലേക്ക് 4ാം ക്ലാസ്സിൽ പണിക്ക് പോയി. അന്ന് എന്നെ കൊണ്ടുപോയ ആ വ്യക്തിയെ ഇന്നാണെങ്കിൽ അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുമായിരുന്നു. പാവം, അദ്ദേഹം സ്വസ്ഥമായി ജീവിച്ചോട്ടെ, അതിൽ ഞാൻ അദ്ദേഹത്തെ ഒന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ആ ജീവിതം എനിക്ക് മനസ്സിലായി. അവിടെ ചെന്നപ്പോ എന്താക്കി, നമ്മുടെ സ്ത്രീകളെ പീഡിപ്പിക്കുക, പുറത്തുള്ളവർ പീഡിപ്പിക്കുക, അല്ലെങ്കിൽ ഒന്ന് ജോലി പിന്നെ ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്യുക, പിന്നെ പലരും മരണപ്പെടുക. ഇത്തരത്തിലുള്ള ജീവിത രീതിയാണ് ബേത്തിമാരൻ എന്ന പുസ്തകത്തിലുള്ളത്. അതിവിടെയുണ്ട്, പിന്നെ മനോരമ ബുക്ക് സ്റ്റാളിലുണ്ട് 2 പുസ്തകം. അങ്ങനെ അത് മാത്രമല്ല, നമ്മുടെ സ്കൂളുകളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും, എല്ലാം ഉണ്ടായില്ല. ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ സ്കൂളിലൊക്കെ ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ പറയാറുണ്ട് പിന്നെ സർക്കാർ ഭക്ഷണമാണ്. അപ്പൊ അതിനെ ഒരു വേറെ രീതിയിലാണ് കണ്ടുകൊണ്ടിരുന്നത്. സർക്കാർ തന്നെ ഭക്ഷണത്തിനെ മോശമായ രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറെയുള്ള മുതലാളി കുട്ടികളൊക്കെ അവർ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരാറുണ്ട്. ചോറൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ മുന്നിൽ നമ്മൾ കഞ്ഞിയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പാത്രം തുറന്ന് ചോറ് പിന്നെ ഡിപ്പി തുറക്കും. അപ്പം അതിൽ മീൻ കഷ്ണം ഉണ്ടാവും, ഇറച്ചി കഷ്ണം ഉണ്ടാവും. അവരങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ വിളമ്പി കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ പയ്യമ്പള്ളി മുക്ക് കവലയിൽ അതിന്റെ തൊട്ടടുത്ത് മൈക്കിൾ മാഷ് എന്ന് വിളിക്കുന്നൊരു ചേട്ടനുണ്ട്, അങ്ങനെ വിളിക്കുന്ന. അവിടെയാണ് എൻ്റെ അച്ഛനമ്മയും ജോലി ചെയ്യുന്നത്. ഇവരെന്നും ഞാൻ കഞ്ഞി കഴിക്കുന്നത് എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. കഞ്ഞിയും പയറുമല്ലേ തരുന്നത്, ഇവർ ഇറച്ചി മീനൊക്കെ കഴിക്കുന്നല്ലേ. അപ്പൊ ഞാൻ എന്താക്കി, ഈ മൈക്കിൾ മാഷിന്റെ വീടിന്റെ മുന്നിൽ ഒരു ചെരുവില് ഒരു കുള്ള മാവുണ്ട്. അതിൽ ഇത്ര വണ്ണമുള്ള മാങ്ങയാണ് കായ്ക്കുന്നത്. അപ്പൊ ഞാൻ എന്താക്കി, അച്ഛാ എല്ലാവരും ഞാൻ കഞ്ഞി കഴിക്കുന്നതിനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട്. അപ്പോ ഞാൻ മൈക്കിൾ മാഷിന്റെ അടുത്ത് മാഷേ, ഞാൻ ഒരു മാങ്ങ പറിച്ചോട്ടെ എന്ന് ചോദിച്ചു. ആ മാങ്ങ എടുത്ത് ഞാൻ സ്കൂളിൽ പോയി. അന്ന് ഞാൻ സ്കൂളിലത്തെ സർക്കാർ ഭക്ഷണം കഞ്ഞി ഞാൻ കഴിച്ചില്ല. ഞാൻ മാങ്ങ എടുത്ത് അവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ഇറച്ചി മീനും കൊണ്ടുവന്ന കുട്ടികൾ എൻ്റെ ചുറ്റും കൂടി. അന്ന് ഞാൻ അവർക്കെല്ലാവർക്കും ഓരോ നുള്ളു ഞാൻ കൊടുത്തു. അന്ന് അവർ ഓരോ നുള്ളു കൊടുത്തു. അന്നാണ് ഞാൻ പൂമ്പാറ്റയും തുമ്പികളും പാറ്റകളും പറവകളുമായിട്ട് മാറിയത്. അത്തരത്തിലൊക്കെ കഴിഞ്ഞ് പിന്നെന്താക്കി, മുതലാളിമാരുടെ അന്ന് എനിക്ക് ചെരുപ്പില്ല. പയ്യമ്പള്ളി സ്കൂളിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
കൂടകിൽ നിന്ന് 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിൽ ജയിച്ചപ്പോൾ ഞാൻ പാലവത്സരം സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 4 5ലേക്ക് ജയിച്ചു. അപ്പോൾ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയിച്ച കാര്യം ഞാൻ അറിഞ്ഞു. എന്നെ വിളിച്ചു പറഞ്ഞു, നീ 5ലേക്ക് ജയിച്ചിട്ടുണ്ട്. അപ്പം എന്നെ സ്കൂളിൽ വിടാൻ വേണ്ടി അവിടുന്ന് വഴക്കിട്ടിട്ട് ഞാൻ തിരിച്ചു പോന്നിട്ട് പയ്യാമ്പള്ളി ജോയിൻ ചെയ്തു, പയ്യാമ്പള്ളി സ്കൂളിൽ. അങ്ങനെയാണ് അവിടെ ഈ മഴക്കാലത്ത് എനിക്ക് ചെരുപ്പൊന്നുമില്ല. അപ്പൊ ചെരുപ്പില്ലാതെ തന്നെ റോട്ടിൽ കൂടെ നടന്നുകൊണ്ട് പോവാം പയ്യമ്പള്ളി കൂടെ. അതും നമ്മുടെ നമ്മുടെ ഷീല ടോമി ടീച്ചറിന്റെ സ്ഥലമുണ്ട്, ആ വഴി കൂടെ തന്നെയാണ് പോകുന്നത്, നടന്നു പോകുന്നത്. അന്ന് ബസ് കുറവാണ്. അപ്പൊ ഇവരുടെ ചെരുപ്പിന് ഈ മഴ വെള്ളം കയറിയിട്ട് ചവിട്ടാൻ നേരം നല്ല ഷൂ എന്ന ഒച്ച കേൾക്കും. അപ്പൊ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഈ മഴവെള്ളം ചവിട്ടുമ്പോ നമുക്ക് ഈ ശബ്ദം കേൾക്കുന്ന ചെരുപ്പ് മേടിത്തരുമെന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ എന്താക്കി, എവിടുന്നോ ആ മാഷിൻ്റെ എങ്ങനെയാ 10-50 രൂപ എങ്ങാണ്ട് മേടിച്ചിട്ട് എനിക്കൊരു ഈ വല്യച്ഛന്മാരിടുന്ന ചെരുപ്പ് മേടിച്ചു തന്നു, ഈ സ്പോഞ്ച് പോലുള്ളത്. ഇത് ഇട്ടിട്ട് ഞാൻ നടന്നു പോയി മഴക്കാലത്ത്. അത് ഇട്ടിട്ട് നടന്നപ്പോ സ്കൂളെത്തിയപ്പോ എൻ്റെ മുതുക് മൊത്തം ഈ പൊട്ടായിരുന്നു, ചെളിപ്പൊട്ട്. ചെളിപ്പൊട്ട്. അപ്പൊ ഞാൻ അവിടെ ഒരു കുട്ടീനെ പ്രണയിച്ചോണ്ടിരുന്നു. അപ്പൊ ഈ കുട്ടി വന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങളുടെ പുറത്ത് മുഴുവൻ പൊട്ടാണല്ലോ എന്ന്. അപ്പൊ ഞാൻ ആ ചെളി പൊട്ടെടുത്ത് അവക്കൊരു തൊട്ട് കൊടുത്തു. അതാണ് ബേത്തിമാരൻ എന്ന പുസ്തകം എഴുതാനുള്ള കാരണവും ജീവിതവും എന്നാണ് ഞാൻ പറയുന്നത്. സന്തോഷം. എനിക്ക് സത്യത്തിൽ ആ പ്രണയത്തിന്റെ ബാക്കി കൂടെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ല. മറ്റൊരിക്കലും നമുക്ക് ആ പ്രണയത്തിന്റെ ബാക്കി അറിയാമെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും കവിത ഉണ്ടോ ആ പ്രണയത്തിന്റെ ബാക്കിയായിട്ട്? അല്ല, ഞാൻ വേണമെങ്കിൽ നേരത്തെ മാഷ് പറഞ്ഞ പട്ടിയുടെ പ്രസവമില്ലേ, അതേപോലുള്ള പെൺപന്നിയുടെ പ്രസവം ഞാൻ വേണമെങ്കിൽ. അല്ല, അങ്ങനെയല്ല, ഈ പ്രണയത്തെ കുറിച്ചൊരു കവിത ഉണ്ടോ എന്ന് പിന്നീട് എപ്പോഴെങ്കിലും എഴുതിയോന്നാ ചോദിച്ചു. നമുക്കത് വായിക്കാം. ഞാൻ സിയാഫ്ക, എൻ്റെ ചോദ്യം ഇതാണ്. പിന്നെ നമ്മുടെ തീവണ്ടി യാത്രകൾ എന്ന് പറയുന്ന പുസ്തകങ്ങളതായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഒരുക്കങ്ങൾ ഉണ്ടാവുമല്ലോ, നിങ്ങൾ കുറേ കാലങ്ങളുടെ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ആണല്ലോ ആ പുസ്തകം എന്ന് പറയുന്നത്. അത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, വളരെ എന്താ പറയുക, വളരെ പേഴ്സണലി ആ പുസ്തകത്തിന് വൈകാരികമായിട്ടാണ് നിങ്ങൾ ആ പുസ്തകത്തെ കാണുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനൊരു ഉത്തരം പറയാമോ? റിഹാൻ ചോദിച്ചത് എൻ്റെ പേഴ്സണലായ അനുഭവങ്ങളാണോ എന്നുള്ളതാണ്. അതിൽ ഉള്ള ഓക്കെ, തീർച്ചയായിട്ടും വൈകാരികമായിട്ട് അത് എൻ്റെ എഴുത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നേരിടേണ്ടി വരുന്ന, ഞാൻ പൊതുവെ ലോലമനസ്കനായ ഒരാളായിട്ടാണ് എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളത്. അത്രയൊന്നും ശക്തിയുള്ള കട്ടിയുള്ള മനസ്സിലാണ് എൻ്റെ. സ്വാഭാവികമായിട്ടും നേരിടേണ്ടി വരുന്ന പലതരത്തിലുള്ള വളരെ ഭീകരമായ അനുഭവങ്ങളെ എല്ലാത്തിനെയും നമ്മുടെ മനസ്സിനെ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ ട്രോമകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മാർഗം പോലെയാണ് ഞാൻ ആ എഴുത്തിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എൻ്റെ ഹൃദയത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന എഴുത്ത് തന്നെയാണ് തീവണ്ടി യാത്രകളിലും അതിനുശേഷം 2ാം ഭാഗമായിട്ട് വന്ന തീവണ്ടി ജീവിതത്തിലുള്ളത്. അത് തീർച്ചയായിട്ടും ഓരോ അതിലെ അനുഭവങ്ങളും ഇപ്പോഴും എന്നെ പൊള്ളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറക്കാൻ ആവാത്ത അനുഭവം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ മറക്കാൻ ശ്രമിക്കുന്ന അനുഭവങ്ങൾ കൂടിയായിരിക്കും. അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഞാൻ ആ പുസ്തകത്തിൽ 2 പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടും വൈകാരികമായി എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. താങ്ക് യു സിയാഫ്ക. ഞാൻ പിന്നെ സദർ ഖാനടുത്താണ് വീണ്ടും ചോദ്യം. നിങ്ങളുടെ 2 കവിതകളുടെ തലക്കെട്ടാണ്, ഒന്ന് വിശദമായ ചോദ്യം ചെയ്യൽ, ഒന്ന് 3-ാം മുറ. ഈ തലക്കെട്ടുകളുടെ പിന്നിലെ ഒരു കഥ എങ്ങനെയായിരുന്നു എന്ന് പറയാമോ? ആ കവിത വായിക്കുമ്പോൾ നമ്മളിത് 3-ാം മുറ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരു ബൂട്ടിട്ട പോലീസുകാരൻ്റെ കാലടി ശബ്ദവും വലിയ ലാത്തിയും ഒക്കെയാണ് നമുക്ക് ഓർമ്മ വരും. പക്ഷെ ആ കവിത അതല്ല സംസാരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലും മറ്റൊരു തരത്തിലാണ്. അപ്പം ആ കവിതകളിലേക്ക് വരുമ്പോൾ ഈ ടൈറ്റിലുകളുടെ പിന്നിൽ ഒരു ടൈറ്റിലുകൾ തീരുമാനിക്കുന്നതിനൊരു നമുക്കൊരു ചെറിയ സംശയങ്ങൾ, അല്ലെങ്കിൽ ഈ ടൈറ്റിലുകൾ തീരുമാനിച്ചിട്ടാണോ കവിത എഴുതിയത്, ഇങ്ങനെയൊന്ന് പറയുമോ കുറഞ്ഞ സമയത്തിനുള്ളിൽ? നമസ്കാരം. ഈ ഒരു കൂട്ടിനകത്താണ് ഞാൻ, ഒരു അഴിയുള്ള കൂട്. അതിനകത്തൊരു സിംഹം ഉറങ്ങുന്നുണ്ട്. അകത്ത് ഞാനുണ്ട്, സിംഹമുണ്ട്. ആ സിംഹം ഉറങ്ങാണ്. ഞാൻ അതിനെ കുത്തിയിട്ട് എഴുന്നേൽപ്പിക്കേണ്ട കാര്യമുണ്ടോ? അതൊരു ചോദ്യമുണ്ട്. അപ്പൊ എനിക്കെല്ലാം ഇങ്ങനെ തുറന്നു പറയാൻ പറ്റില്ല. ആ സിംഹം ഇപ്പൊ ഉറങ്ങാണ്. ഞാൻ വെറുതെ കുത്തിയിട്ട് അതിനെ എഴുന്നേൽപ്പിച്ചിട്ട് അത് വന്ന് എന്നെ കടിച്ച് തിന്നുന്നൊരു സിറ്റുവേഷൻ ആലോചിച്ചു നോക്ക്. വേണ്ട. അതുകൊണ്ട് ആ സിംഹം അങ്ങനെ ഉറങ്ങിക്കോട്ടെ ഞാൻ വിചാരിക്കുന്നത്.
എങ്കിലും പറയാം, മൂന്നാം മുറ നമുക്കറിയാം. പണ്ട് മുതലേ പോലീസിനെ ഏറ്റവും, അത് ഭരണകൂടത്തിൻ്റെ മർദ്ദന ഉപകരണമായ പോലീസ് എന്ന് ചരിത്രമൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. അതിലൊന്നും അതൊന്നും നിഷേധിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. പക്ഷെ അങ്ങനെ ഒരു എക്സ്പീരിയൻസുള്ള ഒരാൾ ഈ ഒരു കവിതയിൽ അത് അയാളുടെ ഒരു ഫ്രണ്ടിനോട് പറയുന്നതായിട്ടാണ് ഈ കവിത വരുന്നത്. ഒന്നാമത്തെ മുറയും കൂട്ടുകാരനോട് പറയാം, മൂന്നാം മുറയെ കുറിച്ച് പറയണ അയാൾ. ഒന്നാമത്തെ മുറയും രണ്ടാമത്തെ മുറയും എന്തായിരുന്നു എന്ന് മൂന്നാമത്തെ മുറയിലാ അറിഞ്ഞത്. മുറകൾ ഏതു തന്നെ ആയാലും നെല്ലും പതിരും വെവ്വേറെ കിട്ടണം. ഒന്നാമത്തെ മുറയിൽ വലിയ കാര്യമില്ല, ശബ്ദതാരാവലി വായിച്ചു കേൾപ്പിക്കും. ആഹഹ, എന്തൊരു വാക്ചന്തം. രണ്ടാമത്തെ മുറയിലെ രണ്ടാമത്തെ പകുതിയിൽ കുടിച്ച മുലപ്പാലിനെ കുറിച്ച് പറഞ്ഞു തരും. എന്തു മധുരമായിരിക്കും. വായിൽ വെള്ളമൂറുമ്പോൾ തൊട്ടുകൂട്ടാനുള്ള കാന്താരി കണ്ണിലെ കടൽ വെള്ളത്തിൽ പൊട്ടിച്ച് കഴുകിയെടുക്കണം. മൂന്നാമത്തെ മുറയിലാ രസം. സങ്കല്പങ്ങളുടെ കാലുകൾ അഴിച്ചു മാറ്റിയ ചാരുകസേരയിലെ ചാരി ഇരുത്തം, കടുപ്പത്തിലൊരു ചായ, 4 ടിൻഡുമോൻ കഥ, സുഖിച്ചു സുഖിച്ച് ചിരിച്ചു ചിരിച്ച് ഗാന്ധിജിയെ കൊന്നത് ഞാനാണെന്ന് വരെ പറഞ്ഞു പോകും എന്ന ഒരു കവിതയാണത്. അപ്പോ ഇത് ഫിക്ഷൻ എഴുതുന്ന അജിജേഷൻ അറിയാം. നമ്മൾ ഈ ഫിക്ഷൻ കവിതയാണെങ്കിലും കഥയാണെങ്കിലും നമ്മളൊരു കാര്യം ഇതിലെല്ലാം ഉണ്ട് അല്ലേ, ഈ കവിതയിലെല്ലാം ഉണ്ട്. പക്ഷെ ഈ കവിത വെച്ചിട്ട് എന്നെ അങ്ങനെ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ. അത് കവിതയുടെ അതെ, അത് ഫിക്ഷന്റെ ഒരു സൗകര്യമാണ് അത് അല്ലേ, അറിയാമല്ലോ എഴുതുന്ന ആളുകൾക്ക്. നമുക്ക് വിഷം പഞ്ചസാരയിൽ മുക്കിയിട്ടും കൊടുക്കാം അല്ലെ, തേൻ പുരട്ടിയിട്ടും കൊടുക്കാം. യാഥാർത്ഥ്യങ്ങൾ ഒരു പക്ഷേ നമുക്ക് ഈ ഇതേപോലെ ഒരു ആക്ഷേപഹാസ്യത്തിൻ്റെയോ അല്ലെങ്കിൽ തമാശയുടെ ഒക്കെ രൂപത്തിൽ നമുക്ക് വിമർശനങ്ങളാവാം, വിമർശനം ആവാമെന്നാണ്. അപ്പൊ അതിന് ഒരു സൗകര്യം ഇവിടെ ഫിക്ഷനിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ഈ പറയുന്ന മൂന്നാം മുറ എന്ന കവിത വന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് പിന്നെ ഒരു മഴവില്ലിനെ, ആകാശത്തിന്റെ ചെരുവിൽ കണ്ട ഒരു മഴവില്ലിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവാ പോലീസ് സ്റ്റേഷനിലേക്ക്. ഈ വളഞ്ഞു നിൽക്കുന്നത് വഴിമുടക്കിയാണെന്ന് പറയുന്നു. ഈ നിറങ്ങളൊക്കെ ഇറക്കുമതി ചെയ്ത നിറങ്ങളാണെന്ന് പറയുന്നുണ്ട്. ആ കവിത കുറച്ച് വലിയ കവിതയാണ്. അപ്പോൾ ഒരു മഴവില്ല് നമുക്ക് തരുന്ന സൗന്ദര്യമുണ്ട്, നല്ലൊരു കാഴ്ചയൊക്കെ ഉണ്ട്. പക്ഷെ ആ സാധനത്തെ അത് വഴിമുടക്കിയാണെന്നുള്ളൊരു ആരോപണം വരുന്നു. അതിൻ്റെ നിറങ്ങളൊക്കെയും ഇല്ലീഗലായിട്ട് ഇറക്കുമതി ചെയ്യപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ അതിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുക. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വഴിയരികിലെ പൂക്കളിലും പൂമ്പാകറ്റകളിലൊക്കെ ഈ മഴവില്ല് നിറങ്ങൾ കൊണ്ട് ഉമ്മ വെക്കുന്നുണ്ട്. അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് മൂന്നാമത്തെ ദിവസം നിരുപാധികം വിട്ടയക്കുകയാണ്. വിട്ടയച്ചപ്പോ പിന്നീട് ആ മഴവില്ല് ഒരു കരിങ്കുടിയായി മാറുകയാണ് ആ കവിതയിൽ. അപ്പോൾ ഇത്തരം സാധനങ്ങളെ ഇങ്ങനെ പറയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അങ്ങനെ പറയുന്നതിന് എനിക്കൊരു എൻ്റെ ഒരു ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ചതിൻ്റെ ഒരു രാഷ്ട്രീയം ഉണ്ടാവും, ഞാൻ വായിച്ചതിൻ്റെ രാഷ്ട്രീയം ഉണ്ടാവും. എൻ്റെ സൗഹൃദങ്ങൾ, പഴശ്ശി ലൈബ്രറി അടക്കമുള്ള എൻ്റെ നിതീഷ് അടക്കമുള്ള കുറേയധികം സൗഹൃദങ്ങളുണ്ട്. എല്ലാ സൗഹൃദങ്ങളൊക്കെ എന്നിലുണ്ടാക്കിയ ഒരു നിലപാടുണ്ടാവും. അതുകൊണ്ട് ഞാൻ എവിടെ ഇരിക്കുന്നുവോ, എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല, ഞാൻ ഈ പൊതുസമൂഹത്തോട് എൻ്റെ എഴുത്തിലൂടെ എന്ത് പറയുന്നു എന്നുള്ളതാണ് ഞാൻ പ്രാധാന്യത്തോടുകൂടി കാണുന്നത്. നന്ദി, നമസ്കാരം. താങ്ക് യു. നിലപാടുകൾക്കൊപ്പം നിൽക്കുക എന്ന് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം, ശക്തമായിട്ടുള്ള കാര്യം. പച്ചു വളരെ ചെറിയ സമയത്തിൽ ഉത്തരം പറയണേ, ചോദിക്കാം. പച്ചു കുറേ കാലം ഒരു ഈ നെറ്റും ബോൾട്ടും ഉണ്ടാക്കുന്ന കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പച്ചുവിനോടൊക്കെ ഒരിക്കൽ സംസാരിക്കുമ്പോൾ പച്ചു ഒരു മതിലിനെ കുറേ നാളുകൾ നോക്കിയിരുന്നാണ് പറയുന്നത്. ഒരു അപ്പുറത്തുള്ള തൊട്ട് മുന്നിലൊരു മെഷീൻ, അതിനപ്പുറത്തുള്ള മതിലിനെ കുറേ നാളുകൾ നോക്കിയിരുന്നു. പച്ചു ആ കാലഘട്ടത്തെ എങ്ങനെയായിരുന്നു കഴിഞ്ഞു കൂടിയത്? അത്രയും ദീർഘമായ ഒരു കാലഘട്ടം തന്നെയാണല്ലോ അത്. റിഹാന്റെ ഒരു പ്രശ്നം വെച്ചാൽ റിഹാനോട് ഞാൻ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ പറയണതൊക്കെ കോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് അത് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ അത് ശരിക്കും ഞാൻ 6.5 വർഷം ഒരു കമ്പനിയിലായിരുന്നു. ബോൾട്ട് ഞാൻ വിചാരിച്ചേ ഇത് നിർത്താൻ വേണ്ടി പറയാനുള്ള ബെല്ലടിക്കാന്ന്. അപ്പോൾ ഇത് പിന്നെ ഒരു മെഷീൻ ഉണ്ട്, അതിന്റെ മുന്നിൽ ഈ പറഞ്ഞ മാതിരി ചുമര്. ഇപ്പൊ നമ്മൾ രാവിലെ 8:30 കയറി കഴിഞ്ഞാൽ 5:30 ഇറങ്ങുക. അപ്പൊ അതിന്റെ ഇടയിൽ ചായ കുടിക്കാൻ പോണതും ചോറിനാൻ പോണതും ഉണ്ടാവും.
ബാക്കിയുള്ള സമയമൊക്കെ ഈ മതിലാണ്. ഞാൻ ഒരു വലിയ മെഷീനാണ്. അപ്പോൾ അതുമേൽ ഒന്നുകിൽ നമുക്ക് നിന്നിട്ട് ചെയ്യാം, ലെയ്ത്ത് പോലത്തെ സംഭവം, അല്ലെങ്കിൽ നമുക്ക് ഇരുന്നിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ചൊരു എന്താ പറയുക ശോഷിച്ച ആളായതുകൊണ്ട് ഞാൻ ഇരുന്നിട്ട് ചെയ്യാൻ എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെ ചെയ്യണ സമയത്ത് നമ്മളെ മുന്നിൽ ഈ മതിൽ മാത്രമേ ഉള്ളൂ. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അത്ര 6.5 കൊല്ലം ഞാൻ ആ മതിലായിരുന്നു ഒക്കെ. സത്യത്തിൽ ആ മതിൽമലായിരുന്നു ഞാൻ ജീവിതം കാണുക. രാവിലെ പോയി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ മതിലാണ്. മതിലിന്റെ കാമുകിയനി, എൻ്റെ എന്താ പറയുക, എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു, ഒക്കെ മതില്. പിന്നെ ഇതിന്റെ ഒരു വിഷയം എന്താ വെച്ചാല്, നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുകയാണെങ്കിലും അത് നിങ്ങൾക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആ മതിലിന്റെ ഒരു സാധനം നമ്മളെ മുന്നിലുണ്ടാവും. ഇപ്പൊ കുറച്ചു നേരം, കാരണം അത് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ മതിലിൽ കുറെ ചിത്രങ്ങൾ ഒക്കെ ഉള്ളത് പോലെ സങ്കല്പം. വേറെ പണിയൊന്നുമില്ല, കാരണം നമുക്ക് ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ മെഷീന്റെ ഉള്ളിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പോകും സാധനം. നമ്മളത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതങ്ങനെ പിന്നെ ബോട്ട് അങ്ങനെ ആയിക്കൊണ്ട് വെക്കും. അപ്പൊ നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പം പിന്നെ ഈ മതില് ശരിക്കും എനിക്ക് നല്ലൊരു കാമുകിയൊക്കെ ഉണ്ടാവാത്തതിന്റെ കാരണം ഈ മതിലാ. കാരണം മറ്റുള്ള സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇവിടെ തിരക്കൂട്ടുണ്ടാക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ നിർത്തണേ. അപ്പുറം ഒരു കാമുക ഉണ്ടായിരുന്നു, ഒച്ചത്തിൽ വെച്ച് കൂവിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്താ പറയാ ബഷീറെ കാമുകയെ കണ്ടെത്തിയതുപോലെ കണ്ടെത്തിയാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. അതിനു മുമ്പ് നമ്മുടെ സുകുമാരേട്ടൻ്റെ ഒരു ചെറിയ കവിത, നമ്മൾ നേരത്തെ പ്രണയത്തെ കുറിച്ച് പറഞ്ഞു, ഒരു ചെറിയ കവിത മൂപ്പര് ചൊല്ലുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. കവിതയുടെ പേര് അവളിട്ട പൂമരം. അവൾ കരഞ്ഞിട്ടൊഴുക്കിയ ഈ പുഴനീരുകളിൽ ഒത്തിരി പൂക്കൾ ഒഴുകി വന്നിരുന്നു. ഞാനും കരഞ്ഞിരുന്നു. കിട്ടുവാൻ വേണ്ടി കൊതിച്ച കിന്നാര കാട്ടുതുമ്പയുടെ വാല് നീണ്ടു കിടപ്പുണ്ടായിരുന്നു. നടന്നില്ല. പോട്ടെ. ഞാനും കരഞ്ഞിരുന്നു. പുഴകടവിലെ കല്ലും ഉരശിയിരുന്നു. കുമ്പളയിട്ട മീനും പിണങ്ങിപ്പോയി. ഒരു മരത്തൊലി ചവച്ച് സങ്കടം മുളിപ്പിച്ച് അവളിട്ട പൂമരപ്പുഴയിൽ ഞാനും മുഖം കഴുകി കരഞ്ഞു. താങ്ക് യു. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദ്യശരങ്ങളുമായി നേരിടാം. ഹലോ, നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ അക്ഷരായത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിയായ സോണിയ ചെറിയനോടാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ സർവീസിലിരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ എഴുതാനായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? നമ്മൾ ഇത് ഇന്ത്യൻ റെയിൻബോ വളരെ നമ്മൾ നല്ലോണം വായിച്ച് പഠിച്ചത് തന്നെയാണ്. അപ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷമല്ലേ വെച്ചാൽ അപ്പോൾ സർവീസിലിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവരും സാധാരണ IAS-ലും ഒക്കെ ഇരിക്കുന്നവരും അത് കഴിഞ്ഞിട്ടാണല്ലോ സർവീസ് സ്റ്റോറി എന്നും പറഞ്ഞിട്ട് എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഈ ആർമിയിലും അല്ലെന്നുണ്ടെങ്കിൽ IAS IPS അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ആ സർവീസിലിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എഴുതാൻ? സർവീസിൽ താങ്ക് യു ശൈലജി, താങ്ക് യു. അക്ഷരായനത്തിൻ്റെ നമ്മളെ വായനക്കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട ആളാണ് ശൈലജി. ഓസ്ട്രേലിയയിൽ നിന്ന് വന്നതാണ്, എന്നിട്ടും ഈ ഇതിനു വേണ്ടിയിട്ട് വന്നതിൽ നന്ദി. അപ്പം ശൈലജി ചോദിച്ചത് ഉണ്ട്, നമ്മൾ മിലിറ്ററി സർവീസിലിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് എഴുതി പ്രസിദ്ധീകരിക്കണമെങ്കിൽ നമുക്കതിന് പെർമിഷൻ എടുക്കണം. അനുവാദം കിട്ടാതെ ഒന്നും വരില്ല, പക്ഷേ നമ്മളതിന് അവർക്ക് സബ്മിറ്റ് ചെയ്ത് പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പ്രസിദ്ധീകരിക്കാം. അങ്ങനെ ഒരു കടമ്പയുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ അനുവാദമില്ലായ്കയൊന്നുമില്ല. പിന്നെ അത് ഒരു സർവീസിലിരിക്കുമ്പം എൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരുടെയും എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. രാവിലെ 6 മണിക്ക് PT, അത് കഴിഞ്ഞ് 8 മണിക്ക് OPD തുടങ്ങിയാൽ ഷാർപ്പ് ടൈമൊക്കെ കൃത്യമാണല്ലോ, പട്ടാളമല്ലേ. OPD, അത് കഴിഞ്ഞ് വൈകുന്നേരം ഗെയിംസ്, ചിലപ്പം നൈറ്റ് പരേഡ് ഉണ്ടാകും, നൈറ്റ് റൂട്ട് മാർച്ച് ഉണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പം നൈറ്റിലെ ഒഫീഷ്യൽ പാർട്ടീസ് ഉണ്ടാകും. ഇതിനിടയ്ക്ക് കിട്ടുന്ന കുറച്ച് സമയം ഫാമിലി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, കാരണം എവിടെ പോയി കഴിഞ്ഞാലും കുഞ്ഞുങ്ങളാണ് ഏറ്റവും അധികം ആയിട്ട് അവർ ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത്. ഈവൻ ഞങ്ങൾ മിലിറ്ററി ഹോസ്പിറ്റൽ ടു മിലിറ്ററി ഹോസ്പിറ്റൽ ആകുമ്പോൾ അത്രയും ഒരു സാഹചര്യത്തിൽ വ്യത്യാസം വരുന്നില്ല. പക്ഷെ കുട്ടികൾ അതാത് സ്ഥലങ്ങളിലെ സ്കൂളുകളിൽ ഇങ്ങനെ സാഹചര്യങ്ങൾ ആയിട്ട് ഫേസ് ചെയ്യും. ഇപ്പോൾ അവർക്ക് പിന്നെ അവരുടെ ജീനുകളിൽ പോലും ഇല്ലാത്ത ഒരു ക്ലൈമറ്റൊക്കെയാണ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. മരുഭൂമിയിലാണ് പൊടിക്കാറ്റ് തൊട്ട് തണുപ്പ്, ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് ഓക്സിജൻ കുറവ് തൊട്ട് ഭയങ്കര കൊടും തണുപ്പ് തൊട്ട്. അപ്പോൾ അവർക്ക് എപ്പോഴും അസുഖങ്ങളും അങ്ങനെ പ്രോബ്ലം ഉണ്ടാകും. ഞങ്ങൾ
രണ്ടുപേരും കിട്ടിയ സമയം ഒരു മാക്സിമം ഫാമിലിക്ക് കൊടുക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു എഴുതിയിട്ടില്ല എന്നൊന്നും ഇല്ല, എവിടെയെങ്കിലുമൊക്കെ എഴുതി കുറിച്ചിട്ടൊക്കെ തന്നെയാണ് ഇപ്പം എഴുതുന്നത്. അത്രയും. താങ്ക് യു. എൻ്റെ ചോദ്യവും ഡോക്ടർ സോണിയ ചെറിയാനോടാണ്. ചോദ്യമല്ല, ഞാൻ 2 പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ഇന്ത്യൻ റെയിൻബോ അതുപോലെ തന്നെ സ്നോ ലോട്ടസും. ഈ 2 പുസ്തകങ്ങളും വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വളരെ സമ്പന്നമായ ഒരു വായന ഉള്ള ഒരാളായിട്ട് തോന്നിയ, വായന മാത്രമല്ല സിനിമയുടെ കാര്യമാണെങ്കിലും ഈ വായിച്ചതിൽ കാളിദാസന്റെ മുതലുള്ള കൃതികൾ ഈ 2 കൃതികളിലും പരാമർശിക്കപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ ആ വായന ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇത്ര സമ്പന്നമായൊരു വായന അനുഭവം ഉണ്ടാക്കിയ അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. വായന ഭയങ്കര, എനിക്ക് സമയമുണ്ടോ ഓക്കെ. വായന ചെറുപ്പം തൊട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഫാസ്റ്റ് റീഡറും കൂടിയാണ്, ഞാൻ വേഗം വായിക്കും. അപ്പോൾ ഈ 3 വയസ്സ് തൊട്ട് അക്ഷരം പഠിച്ചു. അച്ഛനും അമ്മയും ടീച്ചേഴ്സായിരുന്നു. സ്കൂളിൽ പോയി അക്ഷരം പഠിച്ചപ്പം വായിച്ചു തുടങ്ങി. അന്ന് തൊട്ടുള്ള വായന മനസ്സിൽ കിടപ്പുണ്ട്. പിന്നെ ഈ പട്ടാളത്തിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഏത് മലമണ്ടേ പോയാലും ബാക്കിയുള്ളതിനൊന്നും റേഞ്ച് കിട്ടത്തില്ല. ചിലപ്പോൾ ഫോണിന് റേഞ്ച് ഉണ്ടാവത്തില്ല, ചിലപ്പോൾ ഒരു ഇതും ഉണ്ടാവില്ല, നെറ്റ്വർക്ക് ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഡെസേർട്ടൊക്കെ. പക്ഷേ എപ്പോഴും ബുക്കിന് റേഞ്ച് ഉണ്ടാകും. അപ്പം നമ്മളെ എല്ലാവിധ കണ്ടോൺമെൻറ്റിലും പഴയ ലൈബ്രറികൾ ഉണ്ടാകും. അവിടെ ഇഷ്ടം പോലെ പുസ്തകങ്ങളുണ്ടാവും. ഈ പട്ടാളക്കാർ സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ട് ചില സമയം അങ്ങ് ബ്രിട്ടീഷേഴ്സ് കൊടുത്ത പഴയ നമുക്ക് വളരെ നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിക്കുന്ന പല പുസ്തകങ്ങൾ പോലും ഉണ്ടാകും. അന്ന് തൊട്ടുള്ള ബുക്കുകൾ. പിന്നെ പുസ്തകങ്ങൾക്കൊരു പഞ്ഞം ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ഓപ്പരാക്രമിന് മരുഭൂമിയിൽ പോയ സമയത്ത് പോലും നമ്മളെ ലൈബ്രറിയും കൂടെ മൂവ് ചെയ്യും. നമ്മൾ ഒരു വണ്ടിക്കകത്ത് നമ്മുടെ ലൈബ്രറി ആയിരിക്കും. അപ്പോൾ എവിടെ പോയാലും പുസ്തകങ്ങൾ ഉണ്ടാകും. പുസ്തകങ്ങൾക്കൊരു ക്ഷാമവും ഇല്ലായിരുന്നു. പിന്നെ എപ്പോഴും പോക്കറ്റിൽ ഒരു പുസ്തകം ഉണ്ടാകും. ഞാൻ മാത്രമൊന്നും അല്ല, എനിക്ക് തോന്നുന്നു ഒരുവിധം പട്ടാളക്കാരൊക്കെ ഇങ്ങനെ ഈ കോമ്പാറ്റ് യൂണിഫോമിൻ്റെ പോക്കറ്റിൽ പുസ്തകം കൊണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. കാരണം എവിടെ പോയാലും നല്ല റീഡേഴ്സ് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പിന്നെ സിനിമയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഈ CD-കൾ മരുഭൂമിയിലൊക്കെ ആയിരുന്ന സമയത്ത് അന്ന് ഫാമിലിയുടെ കൂടെ അല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല സിനിമ കാണുന്ന ആൾക്കാർ എല്ലാവരും ആ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഏത് CD-യാണ് കൊണ്ടുവന്നേ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന് സിനിമ കാണും ഫാമിലിയുടെ കൂടെ അല്ലാത്ത സമയത്ത്. പിന്നെ നന്നായിട്ട് സിനിമ അങ്ങനെയൊക്കെയുള്ള അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. പിന്നെ കണ്ടോൺമെൻറ്റുകളിലെ തിയേറ്ററുകൾ ഉണ്ടാകും. അവിടെ ഒരുവിധം എല്ലാ സിനിമകളും കാണാറും. അങ്ങനെ ആ സിനിമ കാണൽ ഇഷ്ടമായിരുന്നു. ഇഷ്ടമുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ സമയം ഉണ്ടാക്കി ചെയ്യില്ലേ, വായനയാണെങ്കിലും ഇഷ്ടമായിരുന്നു. താങ്ക് യു സോ മച്ച്. ചോദ്യമായിട്ടല്ല, നേരിട്ട് കാണുമ്പോൾ ഒരു പൊതുവേദിയിലെ അതൊന്ന് മെൻഷൻ ചെയ്യണം തോന്നിയുകൊണ്ട് പറഞ്ഞാണ്. സോണിയയുടെ ഇന്ത്യൻ റെയിൻബോ മാതൃഭൂമി വരാന്ത പതിപ്പിൽ ഓരോ ആഴ്ചയും വായിക്കുമ്പോൾ ഓരോ ആഴ്ച ആ സ്ഥലത്ത് എനിക്കും പോകണം എന്നുള്ള വലിയ പ്രേരണയുണ്ടായി. അങ്ങനെ ആദ്യം ലേ ലഡാക്കിൽ ഒരു 10 ദിവസം സോണിയ പോയ ഇടങ്ങളിൽ കൂടെ ഒക്കെ പോകാൻ സാധിച്ചു. താങ് ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലയിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഞാൻ ആ സോണിയ എഴുതിയതൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചതും ഫീൽ ചെയ്തതും. അതേപോലെ 2 മാസം മുമ്പ് അരുണാചൽ പ്രദേശിൽ തവാങ്ങിൽ. ഇപ്പം എൻ്റെ കൂടെയുള്ളവരോടൊക്കെ ഞാൻ പറയും, നിങ്ങൾ യാത്രയ്ക്ക് ഒരുങ്ങുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഇന്ത്യൻ റെയിൻബോ വാങ്ങി വായിക്കണം. എങ്കിൽ ആ പോകുന്ന സ്ഥലത്തെപ്പറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ. വെറുതെ ഒരു ഇടത്തോട് പോകുന്നതല്ല അത്. അതിനൊരു പ്രത്യേക കൃതജ്ഞത ഈ പൊതുവേദിയിൽ പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നു. എനിക്ക് മാഡത്തിനോട് ചോദിക്കാനുള്ളത്, ഇന്ത്യൻ റെയിൻബോയും അവളവൾ ശരണവും വായിച്ചിരുന്നു. അത് ഏകദേശം താഴെ വെക്കാതാണ് ആ പുസ്തകം വായിച്ചത്. ഞാൻ വിചാരിക്കുന്നത് ആ 2 പുസ്തകവും കൈകാര്യം ചെയ്യുന്നത് പോലെ മാഡത്തിന് ആ നോവലിൽ അതിൻ്റെ ഒരു സമൃദ്ധി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു വായനയിൽ എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ വിചാരിക്കുന്നത് ബാക്കി എല്ലാ എഴുത്തിനേക്കാളും നോവൽ കുറച്ചും കൂടി സങ്കീർണമാണ്. അത് സ്ഥലകാല ദേശങ്ങൾ അടയാളപ്പെടുത്തുമ്പോഴാണെങ്കിലും അതല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഥാപാത്രങ്ങളുടെ ആ ഒരു സങ്കീർണതയോ അല്ലെങ്കിൽ ധാരാളിത്വമോ ഒക്കെ കൊണ്ട് നോവൽ വളരെ സങ്കീർണമാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാം. വേറൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ദാവ എന്നാണല്ലോ അവരുടെ പേര്, ആ സന്യാസിയുടെ പേര്. ദാവയുടെയും പിന്നെ ഗോപയുടെയും പ്രണയം തുടങ്ങിയത് പോലും എപ്പോഴാണെന്ന് സത്യത്തിൽ എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. വീണ്ടും ഞാൻ ഒന്നുകൂടെ പേജ് മാറി. അത് ഒരുപക്ഷെ എൻ്റെ വായനയിൽ അശ്രദ്ധയായിരിക്കാം, അങ്ങനെ പറ്റുന്നതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ പ്രണയം എപ്പോഴാണ് തുടങ്ങിയതെന്ന് ഞാനൊരു കൺഫ്യൂഷനായിട്ട്
തിരിച്ചു പോവുകയാണ് ചെയ്തത്. തിരിച്ച് മുമ്പത്തെ പേജിലേക്കാണ് പോകുന്നത്. പിന്നെ എനിക്കതിൽ തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഒരു വലിയ ഒരു ലക്ഷ്യവുമായിട്ടാണ് അവരിറങ്ങുന്നത്. അതിന് ഒരു പക്ഷേ മാഡം കണ്ടെത്തിയൊരു വഴിയായിരിക്കാം ഒരു സന്യാസിയുമായിട്ടുള്ള ഒരു പ്രണയം. ആ പ്രണയം ആണ് അവളെ ലക്ഷ്യത്തിലേക്ക് കൊണ്ട് ചെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു ഘടകം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പലപ്പോഴും ഒരു മൗണ്ടനറിങ് ആ ട്രെയിനിങ്ങും ഇതെല്ലാം കിട്ടി അവൻ്റെ മുമ്പിൽ 2ാം സ്ഥാനത്ത് ആയിപ്പോകുന്നുണ്ട് പലപ്പോഴും. അതൊരു പക്ഷേ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാകാം, അവൻ കൂടുതൽ അതിൽ സഞ്ചരിച്ചിട്ടുണ്ടാകുമല്ലോ. പിന്നെ എനിക്ക് അവസാനമായി പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ആ വലിയ ഒരു ലക്ഷ്യം മനസ്സിൽ എപ്പോഴും ഉണ്ട്. അവർക്കും ഉണ്ട് ആ ലക്ഷ്യം. കുറേ കഴിയുമ്പോൾ നമ്മൾ വായനക്കാരിലേക്കും ആ ലക്ഷ്യം ഇങ്ങനെ വരികയാണ്, ആ അച്ഛനെ കണ്ടെത്തുക എന്നുള്ളത്. പക്ഷെ അവസാനം ഉണ്ടല്ലോ, അവസാനം ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ആ വായനക്കാരൻ്റെ ആ ഒരു ആകാംക്ഷയെയും ആ ഒരു ആഹ്ലാദത്തെയൊക്കെ അതിൻ്റെ ക്ലൈമാക്സ് ബലി കഴിച്ച് കളഞ്ഞു. അത് ഒരു എന്താണ് ഒരു അപൂർണമായി പോയി എന്നാണ് എന്നിലെ വായനക്കാരന് തോന്നിയത്. എനിക്കതുമായിട്ട് എനിക്ക് സംവദിക്കാൻ പറ്റിയിട്ടില്ല. എനിക്കൊരു ചോദ്യം സാദരേട്ടനോടും കൂടെ ഉണ്ടായിരുന്നു, ചോദിക്കാൻ സമയമുണ്ടോ അറിയില്ല. ഒരു സിമ്പിൾ ചോദ്യം. തെരുവ് സർക്കസ് എന്ന് പറഞ്ഞ സാദരേട്ടൻ്റെ കവിത, അതിൽ സാദരേട്ടൻ്റെ കവിതകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കവിതകളാണ്, പഴശ്ശി ലൈബ്രറിയുടെ കൂടെ കവിതകളാണ്. അങ്ങനെ ആണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ പിന്നീടുള്ള വായനകളിൽ എപ്പോഴും എനിക്ക് സാദരേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത, എത്ര വലിയ കവിത എഴുതിയാലും സോപ്പാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത. ആ കവിതയിൽ തെരുവ് സർക്കസിൽ പക്ഷേ ഒരു നല്ലൊരു സങ്കല്പമാണ് സാദക്ക അതിനകത്ത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ സങ്കല്പത്തിൻ്റെ അല്ല അതിനകത്ത് പ്രാധാന്യം കിട്ടിപ്പോയതെന്ന് എനിക്കൊരു ആശങ്ക എനിക്കത് വായിച്ചപ്പോൾ തോന്നി. കവിക്കാണ് അവസാനം അതിൻ്റെ ആ ഒരു പ്രാധാന്യം കിട്ടുന്നതെന്ന് ഒരു സംശയം, എൻ്റെ ഒരു തോന്നലായിരിക്കാം. അതിനും കൂടെ ഒരു മറുപടി കിട്ടിയാൽ നല്ലതായിരിക്കും. സാറിൻ്റെ പേര് എങ്ങനെയാണ്? ഓക്കെ, നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ ഇതിനു മുന്നേ? ഓക്കെ, വളരെ പോസിറ്റീവായിട്ട് സ്വീകരിക്കുന്നു. ഞാൻ എറണാകുളത്ത് പോയി കഴിഞ്ഞപ്പം മഹാരാജാസിലെ ഒരു മലയാളത്തിൻ്റെ ഒരു HOD ടീച്ചർ ഓക്കെ പേര് കറക്റ്റായിട്ട് കിട്ടുന്നില്ല, ടീച്ചർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു നോവല് ഫിക്ഷൻ എഴുതി കഴിഞ്ഞാൽ എഴുത്തുകാരനല്ലേ എഴുത്തുകാരി മരിച്ചു, ഇനി അത് വായനക്കാരുടേതാണ്. എനിക്ക് തോന്നുന്നു അത് എങ്ങനെ വേണമെങ്കിലും വിലയിരുത്താനും ഏത് രീതിയിലും വായിക്കാനുമുള്ള അവകാശം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ സന്തോഷത്തോടെ അത് ഞാൻ സ്വീകരിക്കുന്നു. താങ്ക് യു. പിന്നെ എനിക്ക് ക്ലൈമാക്സിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം വായിക്കാത്ത ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ. അത് പോസിറ്റീവായിട്ട് സ്വീകരിക്കുന്നു. പിന്നെ അതിൻ്റെ 1ാമത്തെ ചാപ്റ്റർ തൊട്ട് ആ ലോട്ടസ് പാത്ത് എന്ന് പറയുന്നത് ദാവയുടെ ജേണലാണ്. അപ്പോൾ ആ ദാവയുടെ ജേണൽ ഫ്രം ഹിസ് ജേണലാണ്. അപ്പം അതിനെ ഒന്ന് വായിച്ചാൽ അയാളുടെ മനസ്സിൽ കൂടെ പോകുന്ന എന്താണ് എന്നുള്ള മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ദാവ എന്ന് പറയുന്നത് ഒരു 4-5 വയസ്സ് തൊട്ട് ഒരു ബുദ്ധ മൊണസ്ട്രിയിൽ വളർന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ അയാൾ എന്ത് ചിന്തിച്ചാലും, ഇവനത് പ്രണയമാണെങ്കിൽ പോലും അത് ആ ബുദ്ധമത രീതിയിലും ആ ഫ്ലേവറിലോടും കൂടി ആയിരിക്കും. അതാണ് ഞാൻ അതിലേക്ക് കൊണ്ടുവരാൻ നോക്കിയത്. ബാക്കി വായനക്കാരുടെ കയ്യിലാണ്. ഞാൻ പൂർണ്ണ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. താങ്ക് യു. പെട്ടെന്ന് നിർത്താം, സമയം കഴിഞ്ഞു, തിരക്കാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. തെരുവ് സർക്കസ് ആ കവിതയൊക്കെ ഞാൻ തന്നെ മറന്നിരിക്കുന്ന കവിതയാണ്. പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു, പെട്ടെന്ന് പറയാം. ട്രാഫിക് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ തെരുവ് സർക്കസ് കളിക്കുന്ന ടീം വന്നിട്ട് ഒരു പെർമിഷൻ ചോദിച്ചു. സൈഡിലൊരു ഞാൻ വലിച്ചു കെട്ടിയിട്ട് കളിച്ചോട്ടെ എന്ന് ചോദിച്ചു. ആ സാഹചര്യത്തിലാണ് ആ കെട്ടി കോഴിക്കോട് റോഡിലെ വെയിറ്റിംഗ് ഷെഡിൻ്റെ, ഇപ്പോൾ ഇരിക്കുന്ന വെയിറ്റിംഗ് ഷെഡിൻ്റെ ഭാഗത്ത് വളരെ മുമ്പാണ് അവർ പെട്ടെന്ന് തന്നെ കെട്ടി. ആ ഒരു കാഴ്ചയാണ് ആ കവിതയിലേക്ക് വന്നത്. അപ്പം നമ്മൾ ചുറ്റും കാണുന്ന കാഴ്ചകൾ, നമ്മളിലേക്ക് വരുന്ന ജീവിതങ്ങളൊക്കെയാണ് കവിതയിലേക്ക് കൊണ്ടുവരുന്നത്. അത് കവിതയും ഞാനും തമ്മിൽ അവിടെ എവിടെയും വേർതിരിഞ്ഞ് നിൽക്കുന്നില്ല. അതത്രമാത്രം എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടായിരിക്കാം ആ ഒരു കവിത ഉണ്ടായതെന്ന് തോമസ് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പെട്ടെന്ന് നിർത്തുകയാണ്. ഏതായാലും 10-20 വർഷമായി വയനാട് ജില്ലയിൽ കുട്ടികളോട് കവിത പറയുന്നു, കഥ പറയുന്നു. അതിൻ്റെ സന്തോഷമുണ്ട്. കൂടുതൽ ആളുകൾ കവിതയുമായി മുന്നോട്ട് വരുന്നുണ്ട്. ഇതാ ഇവിടെ ആരിഫ് തണലോട്ട്, ഷീമ മഞ്ചാൻ, കുറേ പേരുണ്ട് വയനാട് ജില്ലയിൽ ഏറ്റവും നന്നായിട്ട് കവിത എഴുതി വരുന്നുണ്ട്. അത് സന്തോഷമുള്ള കാര്യമാണ്. മാത്രമല്ല പോലീസിൽ ഇപ്പോൾ വയനാട് ജില്ലയിൽ ഞാൻ മാത്രമല്ല കവി, ദാമോദരൻ ജി കല്ലൂരുണ്ട്, അജയൻ മണ്ടൂർ ഇന്നലെ ഒരു സെഷനിലൂടെ പങ്കെടുത്തു കഴിഞ്ഞു. പിന്നെ സിജു സി മീന, അദ്ദേഹത്തിൻ്റെ കവിത ഈ വർഷം MA മലയാളത്തിന് പഠിക്കാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ പോലീസുകാർ അവരുടെ ഇടം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സന്തോഷമുള്ള കാര്യമാണ്. അത് എൻ്റെ കൂടെ പ്രവർത്തനം കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പോലീസ് അസോസിയേഷൻ്റെ ഒരു മുഖമാസികയുണ്ട്, കാവൽ കൈരളി. അങ്ങനെ ഞങ്ങൾ സാഹിത്യത്തിൻ്റെ കൂടെ ഉണ്ട് കേരള പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും താങ്ക് യു. നമുക്ക് സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ്, മറ്റെവിടെയെങ്കിലും വെച്ച് നമുക്കിത് വീണ്ടും ഇരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.